വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിലും നമുക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കാനും ഇടപെടാനും സാധിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കോളേജിന്റെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുപോലെയുള്ള നാക്കിന്റെയും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം തന്നെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത് കൊണ്ട് അത് സംബന്ധിച്ച ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുള്ള ഇന്ററാക്ഷൻസും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഐക്യുഎസിയും ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനൊരു സെമിനാർ നമുക്കിവിടെ വെബിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോ ഈ വെബിനാർ നമ്മൾ കുറച്ച് മുമ്പേ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ കൂടെ നിർബന്ധമായും ഉണ്ടാവണം ആഗ്രഹിച്ച പ്രിയപ്പെട്ട സഹോദര തുല്യനായിട്ടുള്ള എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ സലീം സാറിനെ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ കുറച്ച് ലാഗ് ചെയ്തു പോയത്. ഏതായാലും അദ്ദേഹം ഇന്നിവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് പരിപാടി പെട്ടെന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ഒരുപക്ഷെ മറ്റുള്ള ആളുകൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഡോക്ടർ സലീം സാറാണ് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ കൂടെ. ഡോക്ടർ സലീം ഫറൂഖ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷനിലെ റിസർച്ച് ഗൈഡ് കൂടിയാണ് സാറ്. കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലകളിലെ ബോർഡ് മെമ്പറായിരുന്നു അദ്ദേഹം. ഐക്യുഎസിയുടെ പ്രവർത്തനങ്ങളിൽ തനതായ സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. ഐഷയുടെ നോഡൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 28 വർഷത്തെ അധ്യാപന പരിചയത്തിന്റെ അനുഭവം അദ്ദേഹത്തിന്റെ കരുത്തായിട്ട് കൂടെയുണ്ട്. 2 PhD അദ്ദേഹം ഇതിനകം പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പുസ്തക പ്രസാധന രംഗത്തും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പല മേഖലകളിൽ സർവീസ് കൺസൾട്ടന്റ് തുടങ്ങി ഐക്യുഎസിയുടെ തുടങ്ങി എല്ലാ മേഖലകളിലും സജീവമായിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സലീം സാറിന് നമ്മുടെ ഈ ഒരു പരിപാടി അത് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കാൻ കഴിവുള്ള സർഗതനായിട്ടുള്ള ഒരു ഗായകൻ കൂടിയാണ്. ഒരുപക്ഷെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ മാഷിന്റെ ഒരു പാട്ടോടുകൂടി അവസാനിപ്പിച്ചാൽ നമ്മുടെ പരിപാടി ഒരു സർഗാത്മകമായ ഒരു അന്തരീക്ഷം ഉണ്ടാവും എന്നുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. സലീം സാറിനെ നമ്മുടെ ഐക്യുഎസിയുടെ പേരിലും കോളേജിന്റെ പേരിലും കോളേജിലെ എല്ലാ സഹപ്രവർത്തകരുടെ പേരിലും സസന്തോഷം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത്, പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അജിത ടീച്ചറാണ്. നേരത്തെ തന്നെ നമ്മുടെ കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ HODയും പിന്നീട് കോളേജിന്റെ പ്രിൻസിപ്പളുമായി മാറിയിട്ടുള്ള ഡോക്ടർ അജിത വി ഐക്യുഎസിയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലക്കും പ്രിൻസിപ്പൾ എന്ന നിലക്കും ഈ ചടങ്ങിൽ നമ്മുടെ ഈ പരിപാടിയിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തും. ടീച്ചറെ സന്തോഷത്തോടുകൂടെ ഞാൻ നമ്മുടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സാറിന്റെ പ്രസന്റേഷന് ശേഷം നാക്കിന്റെ പുതിയ പാരാമീറ്റേഴ്സ് സംബന്ധിച്ചിട്ടുള്ള അവതരണത്തിന് ശേഷമുള്ള ഡിസ്കഷൻസിൽ എല്ലാവരും പങ്കെടുക്കണം. അതിനിവിടെ നമ്മുടെ എല്ലാ സഹപ്രവർത്തകരെയും സസന്തോഷം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി അവസാനിച്ച ശേഷം ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് HODയും ഐക്യുഎസി മെമ്പറുമായിട്ടുള്ള ഡോക്ടർ അനീഷ് കുമാറാണ്. അനീഷിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും വളരെ ക്ഷമയോടുകൂടെ ഈ പരിപാടി മുഴുവൻ കേട്ടുകൊണ്ട് ആവശ്യമായ കുറിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ സജീവമായ സാന്നിധ്യം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് പ്രസിഡൻഷ്യൽ അഡ്രസ്സിന് വേണ്ടി പ്രിയപ്പെട്ട അജിത ടീച്ചറെ ക്ഷണിക്കുന്നു. Respected Dr. Muhammad Salim sir, our IQAC coordinator, Pramod sir, Statistics Department HOD, and my dear colleagues. As we know, the UGC has made the NAAC accreditation mandatory for all recognized higher education institutions of the country, and the performance of the colleges is assessed after every 5 years. Now,
Our situation is we have already accredited with A grade. This is up to November 2021. After that, we have to be re-accredited. The re-accreditation process has critical strategic importance for the institutions of higher learning in the quest for continuous quality improvement. So, we have to know how to conduct the documentation process for NAAC re-accreditation in the new framework. For that, we need this sort of webinars. So, I express my sincere gratitude towards Dr. Salim sir for agreeing to deliver a talk for us. Now, let me conclude. I hope this class will be very useful to us. Respected Salim sir, we are waiting for your cooperation throughout the re-accreditation process. Once again, I thank Salim sir. പ്രിയപ്പെട്ട സലീം സാറിനെ നമ്മുടെ ഈ IQAC-യുടെ വെബിനാറിലേക്ക്, നമ്മുടെ MG കോളേജിന്റെ വെബിനാറിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സാറിന് പ്രസന്റേഷൻ ആരംഭിക്കാം. My dear Pramod Vellachal and faculty members and friends of MG College Iriti. So it's my great pleasure here with you all, MG Iriti. So some of you are familiar with this space because of related to this service related matters, something else. Let's go straightly to this accreditation scenario. As all of us know, we are discussing this crucial topic as mentioned by our respected principal, accreditation process. But you know, now the new education policy that is widely discussing in our society, and also there is a revised proposal regarding the accreditation framework in that policy. But I think NAAC revised the same from the year 2016 onwards, and now we are following some sort of new accreditation framework. So I hope whatever NEP proposes, almost all the things may be so congruent to the existing system of new accreditation process. That is why actually we don't know, I don't know what type of changes may be occur in due course. But still, at present, we have to follow the new accreditation frameworks. So before starting my presentation, I would like to say that recently means just before the lockdown, NAAC revised the institutional accreditation and manual also. I came to know from Pramod sir that you didn't go through the new accreditation framework, and that is why I have to stick on the manual itself. What is the procedure, then what is the style, what is the changes occurred from the olden type of accreditation, something like that. So I will go through all this within limited time, even though I have some limitation because I have prepared another revised slide for the new accreditation. Actually now I am showing the slide just before the new slide I have prepared. So that slide, some technical mistake is there. That is why it is not I am not in a position to present that slide because my technology is entirely different. This is Macintosh. And Windows is not so familiar to me. That is why some problem with my system. So no problem. You will get the idea that we are following at present, the basic core idea. Some sort of difference may be there. I will explain it later. So with this introduction, I think it is better to go to the presentation.
whatever may be your doubts, clarification, something like that, definitely I must sticking upon the approach and style that we have to follow in the process of accreditation being an higher education institution. That is maybe my thrust area of my presentation. This is the need and significance. So I know that you are going to prepare the SSR. ഈ ടെക്നിക്കൽ ടേംസ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. എത്രത്തോളം നിങ്ങൾ കോളേജിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു സ്റ്റേജ് ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാം. എന്നിട്ട് ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ അക്രഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ഞാൻ ഒരു ഹിഡൻ അജണ്ടയായിട്ട് അതിനകത്ത് ഉണ്ടാകും. So from the first slide itself, you should carefully listen the approach. എങ്ങനെയാണ് നമ്മൾ ഈ അക്രഡിറ്റേഷന് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തയ്യാറെടുക്കുന്നത്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് എന്നുള്ളതിനേക്കാളും വാട്ട് യു ഹാവ് ടു സബ്മിറ്റ് ബിഫോർ ദ NAC, that is very important, but how you are submitting the same is more and more important. That is crucial. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനുവലിൽ വന്ന റിവിഷൻ വെച്ചിട്ടുള്ള സ്ലൈഡ് ഉണ്ട്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും ഈ അപ്രോച്ചിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി എന്തെങ്കിലും ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡിൽ അത്തരം ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി within 1 week I will inform you. Don't worry. Okay. So the first slide is very important for me. 5 core values of accreditation. See, these are the 5 core values of accreditation. Very simple, self-explanatory, contributing to national development, fostering global competencies among the students, inculcating value system among the student, promoting the use of technology, quest for excellence. This slide is very, very important. എന്താണ് അക്രഡിറ്റേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതാണ് എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, തിയറി പറയാണോ എന്ന് വിചാരിക്കേണ്ട. നോ. കോളേജില് IQAC കോർഡിനേറ്റർ മാത്രമല്ല ശരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ മാത്രമല്ല ഈ അക്രഡിറ്റേഷന്റെ ഏറ്റവും വക്താവായി ഇരിക്കേണ്ട ആളുകൾ. കോളേജും കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കോളേജിന്റെ സമൂഹവും അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒക്കെ അടങ്ങുന്ന ഒരു വൈഡർ സൊസൈറ്റി. ആ സൊസൈറ്റി കോളേജിന്റെ ക്വാളിറ്റി എന്താണ് എന്ന് ഒരു അക്രഡിറ്റേഷൻ ഏജൻസിയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഊണും ഉറക്കവും ഓരോ ശ്വാസവും നിശ്വാസവും ഒക്കെ എല്ലാം ഈ 5 വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ each and every programs, strategies, aspects, whatever maybe we are planning and implementing in our institution, it should be based on these core 5 values. ഇതിനാണ് NAC അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ NACന് മുമ്പിൽ എന്തൊക്കെ സബ്മിറ്റ് ചെയ്യുന്നോ ആ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പിയർ ടീം വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പിയർ ടീം നിങ്ങൾ പറഞ്ഞ കാര്യത്തില് ഈ കോർ വാല്യൂസിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നാണ് അസസ് ചെയ്യുക. ആ അസസ്മെന്റിന്റെ ഗ്രാവിറ്റി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഗ്രേഡ്. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലാവുന്നു. ഫോർ എക്സാമ്പിൾ, NACന് വേണ്ടി ഇന്റർനാഷണൽ സെമിനാർ നടത്തി. ആ ഇന്റർനാഷണൽ സെമിനാർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് വെദർ ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ട് സംതിങ് ടു ദ നാഷണൽ ഡെവലപ്മെന്റ്, പിയർ ടീം നോക്കുന്നത് അതാണ്. നമ്പർ ഓഫ് ഇന്റർനാഷണൽ സെമിനാറിന് യാതൊരു പ്രസക്തിയില്ല. ആ സെമിനാർ നാഷണൽ ഡെവലപ്മെന്റിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ഗ്ലോബൽ കോമ്പിറ്റൻസി കുട്ടികളിൽ ഉണ്ടാക്കാൻ ആ സെമിനാറിന് കഴിഞ്ഞിട്ടുണ്ടോ? വാല്യൂ സിസ്റ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ടോ? ടെക്നോളജി നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? എക്സലൻസിനുള്ള ഒരു ക്വസ്റ്റ് നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു. ഇനി ഇതിനെ തിരിച്ചു പറഞ്ഞാൽ, എന്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിലും എന്ത് NACന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിലും
അവരുടെ അളവുകോല്. ഞാനൊരു പിയർ ടീം വിസിറ്റ് മെമ്പർ ആണെങ്കിൽ ഈ 5 കോർ വാല്യൂസ് മനസ്സിൽ എഴുതി, കല്ലിൽ എഴുതിയ പോലെ എഴുതി വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. എന്ത് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാലും ഞാൻ ഈ 5ലേക്കാണ് അതിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ദി സ്ലൈഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാണ്ട് നാക്കിന്റെ സാധാരണ ഒരു പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് പറയുന്ന പോലെ അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്ന പോലെ ഒന്നും അല്ല ഈ സാധനം നമ്മൾ കാണുന്നത്. മറിച്ച് ഇതാണ്. അപ്പൊ നിങ്ങൾ ഈ IQAC കീഴിൽ ബേസ് കമ്മിറ്റി ഒക്കെ ആക്കിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു ഫ്രെയിംവർക്ക് അവിടെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും AQR കൊടുത്തു കഴിഞ്ഞെന്ന് എന്നോട് സാറ് പറഞ്ഞു. അതിലൊക്കെ ചെയ്ത വർക്കുകളും അതെല്ലാം പ്രസന്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഈ വാല്യൂസിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയാ, നാക് അക്രഡിറ്റേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കോളേജ് ഇത് ആപ്തവാക്യമായിട്ട് അവിടെയും ഇവിടെയൊക്കെ എഴുതി വെച്ച് കൊണ്ടു നടക്കണം എന്നുള്ളതാണ്. എന്ത് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിലും ഈ ഒരു വാല്യൂസിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇത് ഞാൻ ആദ്യം പറയുന്നത് അവസാനത്തെ എന്റെ സ്ലൈഡ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗ്രേഡിന്റെ ഒരു സ്ലൈഡാ കാണിക്കുക. ആ സ്ലൈഡിൽ കിട്ടുന്ന ഗ്രേഡ് ഈ ഫസ്റ്റ് 5 വാല്യൂസിലേക്ക് നിങ്ങൾ എത്രത്തോളം അടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായി ഇവരെ ബോധ്യപ്പെടുത്തുന്നിടത്തായിരിക്കും കോളേജിന്റെ വിജയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞാൽ തന്നെ എന്നെക്കാൾ നന്നായി ഈ കാര്യങ്ങൾ വിശകലനം ചെയ്ത അനുഭവജ്ഞാനമുള്ള നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളത് കൊണ്ട് ലെറ്റ് മീ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നിങ്ങൾ ഒരു അക്രഡിറ്റേഷൻ കഴിഞ്ഞതുകൊണ്ട് ഇതിലൊന്നും അത്ര വലിയ കാര്യമില്ല. പ്രൈമറി എലിജിബിലിറ്റി, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അറ്റ്ലീസ്റ്റ് 2 batches ഓഫ് സ്റ്റുഡൻസ് ഗ്രാജുവേറ്റഡ്, ബി ഇൻ എക്സിസ്റ്റൻസ് ഫോർ 6 years. ഇതാണ് അതിന്റെ എലിജിബിലിറ്റി. നമ്മൾ എലിജിബിൾ ആണ്. അതേപോലെ AISHE പോർട്ടൽ, അതായത് ആൾ ഇന്ത്യ സർവേ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, ഈ ഒരു പോർട്ടലിലേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഡാറ്റ ചെയ്തിരിക്കണം, അതിന്റെ കോഡ് ഉണ്ടായിരിക്കണം, അത് അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. Then this is the revised assessment and accreditation framework. ഈ സ്ലൈഡും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ലോ ആണോ തോന്നുന്നു. ഓക്കെ. ഇതില് എന്താണ് പുതിയ അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്കിന്റെ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്? അതിന്റെ എന്താ പറയാ, ബാക്ക് ബോൺ. ഒന്ന്, from qualitative peer judgment to quantitative evaluation with objectivity and transparency. വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രിൻസിപ്പലോ IQAS കോർഡിനേറ്ററോ അതിനപ്പുറത്തുള്ള ഒരു ടീം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എങ്കിലേ നമ്മുടെ കോളേജിന്റെ അക്രഡിറ്റേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് എത്തുള്ളൂ. ഒന്ന്, പഴയ ക്വാളിറ്റേറ്റീവ് പിയർ ജഡ്ജ്മെന്റിൽ നിന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ വിത്ത് ഒബ്ജക്ടിവിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിയിലേക്ക് ഇത് പോയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. പണ്ട് നമ്മൾ ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകം ഇരിട്ടി കോളേജിന്റെ പിന്നെ പഴയ SSR എടുത്ത് നോക്കിയാൽ മതി. ഇപ്പൊ SSR അങ്ങനെ കട്ടിയുള്ള പുസ്തകം വേണ്ടെന്നാ പറയണത്. ഈ കട്ടിയുള്ള പുസ്തകം നമ്മൾ എഴുതി ഉണ്ടാക്കി നല്ല പ്രതിഭാധനരായ സർഗപരതയുള്ള എഴുത്തുകാരുണ്ടെങ്കിൽ ഭംഗിയായിട്ട് എഴുതി തുന്നിക്കെട്ടിയിട്ട് നാക്കിന് കൊടുക്കും. നാക്ക് അത് ആ പിയർ ടീമിന് അയച്ചു കൊടുത്ത് അവർ നല്ലോണം അത് വായിച്ചു പിടിക്കും. വായിച്ചതിന് ശേഷം നമ്മുടെ കോളേജിൽ ഒരു വിസിറ്റ് നടത്തിയിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് അവളൊക്കെ നോക്കി കാണിച്ചു കൊടുത്തിട്ട് ഒരു മാർക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ദിസ് സിസ്റ്റം ടോട്ടലി റീപ്ലേസ്ഡ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് ഇവാലുവേഷൻ വിത്ത് ഒബ്ജക്ടിവിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി. ആ വാക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മാറി. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ട്? ചെറിയോൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെ വടക്കൻ ഭാഷയിൽ കുഴപ്പമില്ല എന്ന് പറയും. ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ആണ്. ചെറിയോൻ എങ്ങനെയാന്ന് ചോദിച്ചാൽ അവൻ 10ൽ 9.43 എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് വെരി ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ. ഇതാണ് രണ്ട് ഇവാലുവേഷൻ തമ്മിലുള്ള വ്യത്യാസം. പണ്ട് കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല എന്ന് പറഞ്ഞൊരു ഗ്രേഡ് തന്നു പോകും. ഇപ്പോ അങ്ങനെയല്ല. കോളേജ് 100ൽ 94.3 എന്ന് കൃത്യമായിട്ട് പറയും. ഇത് പറയുന്നത് അവരൊറ്റയ്ക്ക് പറയുകയല്ല, നമ്മളെയും കൂട്ടി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. ഞങ്ങൾ എങ്ങനെയാണ് പറയാൻ പോകുന്നതെന്ന് നമ്മളോട് പറയും. നിങ്ങൾ എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. അവരെന്താണ് ഒരു മാർക്ക് ഇടുന്നതിന് കൃത്യമായിട്ട് ക്രൈറ്റീരിയ ഉണ്ട്. ഇറ്റ് ഈസ്, അതാണ് പറഞ്ഞത്, ഒബ്ജക്ടിവിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി വളരെ ക്ലിയർ ആണ്. രണ്ട്, ഈ എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് ICT ഇൻ ദ പ്രോസസ്. ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അപാരമായ സാധ്യതകൾ ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നു. പണ്ട് അതില്ലായിരുന്നു. ബിക്കോസ് ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് IIQA കൊടുക്കുക എന്നാണ് ആദ്യത്തെ പണി പറയാം.
അത് കൊടുക്കുന്നത് മുതൽ ഗ്രേഡ് കിട്ടുന്നത് വരെയുള്ള ടോട്ടൽ പ്രോസസ് ഈസ് ഗവേൺഡ് ആൻഡ് പ്ലാൻഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ, മെന്റഡ് ബൈ, മോണിറ്റേഡ് ബൈ ICT സിസ്റ്റം. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് ഒരു കുഴപ്പമല്ല. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിന് തെറ്റുപറ്റില്ല. കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല, ICT-കാർക്ക് അറിയാം. പിന്നെ എപ്പോഴാണ് തെറ്റുന്നത്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളിന് തെറ്റുമ്പോഴാണ് കമ്പ്യൂട്ടറിന് തെറ്റുക, അല്ലാണ്ട് കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റുപറ്റില്ല. അതുകൊണ്ട് കമ്പ്യൂട്ടറിന്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. മറ്റൊന്ന്, അത് വളരെ ഫാസ്റ്റ് ആണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി ഇതിലുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, ഒരു IQAC കോർഡിനേറ്ററോ പ്രിൻസിപ്പലോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഈ രണ്ടും ട്രാൻസ്പെറന്റ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും അക്കൗണ്ടബിൾ ആണ്. ICT പ്രോസസ് ആണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോഴും കൃത്യമായിട്ട് എത്താൻ പറ്റും. മൂന്നാമത്തത്, ഡ്രാസ്റ്റിക് റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, സൈസ് ഓഫ് ദ റിപ്പോർട്ട്, വിസിറ്റ് ഡേയ്സ് ആൻഡ് സോ ഓൺ. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് ട്രാൻസ്പെറന്റ്. കൂടുതൽ വർത്തമാനം പറയേണ്ട കാര്യം ഇല്ല. സൈസ് ഓഫ് റിപ്പോർട്ട്, വലിയ റിപ്പോർട്ട് നിങ്ങൾ എഴുതണ്ട, വായിച്ച് പ്രയാസപ്പെടേണ്ട, IT ആണ്. വിസിറ്റ് ഡേയ്സ്, ഒരുപാട് ദിവസം വന്നിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തില്ല, കാരണം അവർക്ക് ചെറിയ പണിയേ ഉള്ളൂ വിസിറ്റ് ടീമിന്. ഇങ്ങനെ പോകുന്നു പുതിയ സംഗതി. കമ്പാരിസൺ ഓഫ് NAAC ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് അതർ ഇന്റർനാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്സ്. അതൊക്കെ നമ്മൾ വർത്താനാണ്. ലോകത്തിലെ ഇതര രാജ്യങ്ങളിലെ വളരെ കൃത്യമായ ഫ്രെയിംവർക്കിനെ അധികരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇതുണ്ടാക്കിയിട്ടുണ്ടെന്ന് NAAC പറയുന്നു. നമുക്ക് വേണമെങ്കിൽ അതിലൊന്നും ഞാൻ അഭിപ്രായം പറയില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഫ്രെയിംവർക്ക് ഒക്കെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണോ, ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ. പ്രീ ക്വാളിഫയർ ഫോർ പിയർ ടീം വിസിറ്റ് ആസ് 30% ഓഫ് ദ സിസ്റ്റം ജനറേറ്റഡ് സ്കോർ. ഇത് പുതിയൊരു സംഗതിയാണ്. നേരത്തെ നമുക്ക് പറയാനുള്ളതെല്ലാം പുസ്തകത്തിൽ തുന്നിക്കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ടീം വരും, സംശയമൊന്നുമില്ല. തുന്നിക്കെട്ടി അവിടെ കൊടുത്തോ ടീം ഉറപ്പാണ്. ഇങ്ങനെ ഇപ്പോ അങ്ങനെ ഇല്ല. നമ്മളൊന്ന് തുന്നിക്കെട്ടി കൊടുക്കുന്നില്ല. ഓൺലൈനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീ ക്വാളിഫയർ സെഷൻ ഉണ്ട്. അവിടെ നിന്ന് അവർ പരിശോധിച്ചിട്ട്, നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്ത സാധനം പരിശോധിച്ചിട്ട് അതില് ഒരു സ്കോർ ഉണ്ട്. ആ സ്കോറിൽ നമുക്ക് 30% സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ പിയർ ടീം വിസിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ പിയർ ടീം വിസിറ്റ് ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ അവിടെ തന്നെ ഏർപ്പാട് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റത് അങ്ങനെയല്ല. ഈ ബുക്ക് കൊടുത്താൽ ടീം വിസിറ്റ് ചെയ്തിരിക്കും. ഇതാണ് പുതിയ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത. Then system generated score with the combination of online valuation about 70% and peer judgment about 30%. അടുത്ത സ്ലൈഡ് വരും. അതായത് നമ്മുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സിൽ ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ഡാറ്റ എല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. അതില് 70% സിസ്റ്റം ജനറേറ്റഡ് സ്കോർ ആണ്, SGS. അത് ഓൺലൈൻ വാല്യുവേഷനും ആണ്. നേരത്തെ ഈ പുസ്തകത്തിലെ 100% മാർക്കിനാണ് അക്രഡിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 100 മാർക്കും ഇടുന്നത് ഈ ടീമാണ്. ഇപ്പൊ അങ്ങനെയല്ല. അതിൽ 70 മാർക്ക് ഇടുന്നത് ഈ ടീം അല്ല. പിയർ ടീം വിസിറ്റിന് വരുന്ന ആളല്ല 100-ല് 70% മാർക്ക് ഇടുന്നത്. അത് ഓൺലൈൻ ഇവാലുവേഷൻ ആണ്. അതിന് ടീം വരേണ്ട കാര്യമില്ല. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഓൺലൈൻ വാല്യുവേഷൻ നടത്തിയിട്ടാണ് സ്കോർ ചെയ്യുന്നത്. ബാക്കിയുള്ള 30% മാത്രമാണ് പിയർ ടീം വിസിറ്റിനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേഷൻ വളരെ ക്ലിയർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒബ്ജക്ടിവിറ്റി കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സ്കോർ ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു തേർഡ് പാർട്ടീനെ കൊണ്ട് അനലൈസ് ചെയ്യിക്കും. അതിൽ നമുക്ക് പിന്നെ വെറ്റ് ചെയ്യാനും ചലഞ്ച് ചെയ്യാനൊക്കെ സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സ്കോറാണ് 70%. പിയർ ടീം വരുന്നത് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് മാത്രം നോക്കാനാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാലും ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമുക്ക് ബഡായി പറയേണ്ടി വരും. ആ ബഡായി പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണോ എന്ന് കോളേജിൽ വന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേ പിയർ ടീം വിസിറ്റിനുള്ളൂ. ദാറ്റ് മീൻസ് പിയർ ടീമിന്റെ വിസിറ്റിന്റെ ബയാസ് ഒക്കെ കുറക്കാൻ ഇത് വളരെ സഹായകമാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ നടക്കുന്നത്. തേർഡ് പാർട്ടി വാലിഡേഷൻ ഓഫ് ഡാറ്റ, അതാണ് മറ്റൊരു സംഗതി. നമ്മളോ പിയർ ടീമോ നാക്കോ അല്ലാത്ത മറ്റൊരു പാർട്ടി നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡാറ്റ ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ദാറ്റ് ഇവാലുവേഷൻ ഈസ് സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് മെഷേഴ്സ്. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്നർത്ഥം. കുറച്ച് കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്രോപ്രിയേറ്റ് ഡിഫറൻസ് ഇൻ ദ മെട്രിക്സ്, വെയിറ്റേജസ് ആൻഡ് ബെഞ്ച് മാർക്സ് ടു യൂണിവേഴ്സിറ്റീസ്, ഓട്ടോണമസ് കോളേജ് ആൻഡ് അഫിലിയേറ്റഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജ്. കോളേജുകൾക്ക് കൃത്യമായി, യൂണിവേഴ്സിറ്റികൾക്ക് വേറെ, ഓട്ടോണമസ് കോളേജിന് വേറെ
എന്ന് തുടങ്ങി ഈ ക്വാളിറ്റി ക്രൈറ്റീരിയ ഡിഫറെന്റ് ആണ്, ബെഞ്ച് മാർക്ക് ഡിഫറൻസ് ആണ്. എല്ലാവരെയും ഒരേ ത്രാസിൽ തന്നെ തൂക്കുന്ന പരിപാടി ഇല്ല എന്നർത്ഥം. ഇപ്പൊ ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്റെ പുതിയ സ്ലൈഡിൽ വരുന്നത് ഈ അഫിലിയേറ്റഡ് കോളേജിൽ തന്നെ UG കോളേജും PG കോളേജും രണ്ടായി തിരിച്ചിട്ടുണ്ട്. അത്രയും കൂടെ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ പ്രോസസ് ഓഫ് അക്രഡിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയും ഇത് IQACയെയോ പ്രിൻസിപ്പലിനെയോ നിങ്ങൾ ഭാരമേൽപ്പിക്കരുത്. കാരണം ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മുടെ കൊളീജിയാലിറ്റിയും ഗ്രൂപ്പ് വർക്കും ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ പണ്ട് അങ്ങനെയല്ല. പണ്ടത്തെ റിപ്പോർട്ടിൽ നമുക്ക് ഇതിനു വേണ്ടി NAC അക്രഡിറ്റേഷൻ വാങ്ങുന്നതിന് വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സിനെ കോളേജിൽ ഉണ്ടാക്കുകയും ആ ടാസ്ക് ഫോഴ്സ് 24 അവർ വർക്ക് ചെയ്താൽ ഒരുപക്ഷെ ആ റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും വിസിറ്റ് ടീമിനെ എന്റർടൈൻ ചെയ്യുകയൊക്കെ ചെയ്താൽ സംഗതി നടക്കും. എന്റർടൈൻ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന ആ വിസിറ്റ് നടത്തുക ഉദ്ദേശിച്ചത്. ഈ പരിപാടി പുതിയ അക്രഡിറ്റേഷനിൽ പറ്റില്ല. കോളേജ് ആസ് എ ഹോൾ, ഞാൻ പറഞ്ഞല്ലോ, കോളേജിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മുഴുവനായി നേരത്തെ പറഞ്ഞ 5 കോർ വാല്യൂസിൽ പുതിയ സമീപന രീതിയിലൂടെ നല്ലപോലെ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ സംഗതി നടക്കുള്ളൂ. അല്ലാതെ നടക്കും, ഒരു പുസ്തകത്തിന് പകരം ഓൺലൈൻ റിപ്പോർട്ട് കൊടുക്കും, പക്ഷെ നമുക്ക് ലഭിക്കുന്ന ഗ്രേഡ് വളരെ കുറഞ്ഞു പോകും. നമുക്കതിനെ ചലഞ്ച് ചെയ്യാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. വളരെയധികം കോർഡിനേഷനും എല്ലാവരും ഇതിന്റെ ഈ പ്രൊസീജിയറും അപ്രോച്ചസും കൃത്യമായി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നല്ല ഗ്രേഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്രേഡ് താഴേക്ക് പോകും, ചിലപ്പോൾ അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വരും. സോ ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ്. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഇമെയിൽ ID മൊബൈൽ നമ്പറൊക്കെ വെച്ചതിന്റെ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. ഇത് പുതിയ ഒരു ആളിനും കൂടിയുള്ള സ്ലൈഡ് ആയതുകൊണ്ടാണ് അതിന്റെ യൂസർ ID പാസ്വേഡ് അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. അതെല്ലാം വന്നു. നമുക്ക് നിങ്ങൾ AQR കൊടുക്കുന്നത് പുതിയ രജിസ്ട്രേഷനിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഴയതിൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈൻ AQR ആണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക. ആ രജിസ്ട്രേഷൻ അവിടെ ഉണ്ട്. ഇതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അക്രഡിറ്റേഷന് കൃത്യമായ ടൈം ഫ്രെയിം ഉണ്ട്. എന്താണ് ടൈം ഫ്രെയിം? എലിജിബിൾ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ സബ്മിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി അസസ്മെന്റ്. സ്ലൈഡ് വന്നില്ലെങ്കിൽ എന്തോ ഒരു ചെറിയ താമസം ഉണ്ട്, വന്നോളൂ. യെസ്, എലിജിബിൾ IIQA. പുതിയത് പരിചയപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി അസസ്മെന്റ്. അത് കേട്ടാൽ തന്നെ അത് സെൽഫ് എസ്റ്റിമേറ്റീവ് ആണ്. അതായത് ക്വാളിറ്റി അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻ സമർപ്പിക്കുക. പണ്ട് നമുക്ക് ലെറ്റർ ഓഫ് ഇന്റന്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, LOI. അതിന് പകരമുള്ള പുതിയ മെത്തേഡ് പ്രൊസീജിയറിന്റെ സംഗതിയാണ് IIQA. ഈ IIQA സമർപ്പിക്കാൻ നേരത്തെ NAC പറഞ്ഞിരുന്നത് വർഷത്തിൽ 2 തവണ എന്നായിരുന്നു. ഇപ്പോ ജൂൺ 2018 ശേഷം അറ്റ് എനി ടൈം നമുക്ക് കൊടുക്കാം, IIQA കൊടുക്കാം. പക്ഷേ once IIQA is submitted, the remaining procedure strictly based on specific time frame. ഈ IIQA എന്ന് പറയുന്ന സംഗതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓൺലൈനാണ്, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രേഡ് കിട്ടുന്നത് വരെയുള്ള സമയത്തിന് നമ്മുടെ പോർട്ടലിൽ തന്നെ ഒരു ക്ലോക്ക് ഇങ്ങനെ വർക്ക് ചെയ്യും. അപ്പൊ അതിന് ഇപ്പം ടോട്ടൽ ഡേയ്സ് 90 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ IIQA കൊടുത്ത അന്ന് തൊട്ട് പിന്നെ അത് 89, 88, 87 ഇങ്ങനെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു കമ്പ്യൂട്ടറിന് ഒരിക്കലും തെറ്റ് പറ്റില്ല. 90 ദിവസമാണെങ്കിൽ 90 ദിവസം കഴിയുമ്പോൾ ആ പോർട്ടൽ അങ്ങ് ക്ലോസ് ആവും, നമ്മളെ പരിപാടിയും ക്ലോസ്, പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആരെയും കാത്തു നിൽക്കില്ല. അത് യൂണിവേഴ്സിറ്റി പരീക്ഷ പോലെയോ നമ്മളെ കോളേജിലെ മറ്റു പ്രവർത്തനങ്ങളെ പോലെയോ ഒന്നും മാറ്റിവെക്കാനോ അങ്ങോട്ട് നിൽക്കാനോ ഒന്നും പറ്റില്ല. ഈ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോക്ക് നിൽക്കുന്നതിന് മുമ്പേ അവർ പറയണ പോലെ നമ്മൾ അതിന്റെ പിറകെ ഓടിയില്ലെങ്കിൽ നമ്മൾ അക്രഡിറ്റേഷൻ വഴിക്ക് വെച്ച് നിൽക്കും. അതുവരെ ചെയ്തതെല്ലാം മിസ്സായി പോകും, അടച്ച ഫീസൊക്കെ ലാപ്സ് ആയി പോകും. So once IIQA is submitted, the remaining process strictly based on specific time frame. അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ IIQA സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെയാണോ ഈ പിയർ ടീം വിസിറ്റിന് മുമ്പേ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവൻ ചെയ്യാനുള്ള എല്ലാ പരിശീലനവും എല്ലാ തയ്യാറെടുപ്പും നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ IIQA കൊടുത്താവൂ. മറ്റേതങ്ങനെയല്ല. നമ്മൾ ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് സാങ്ഷൻ ആയിട്ട് വരും, നമുക്ക് SSR പ്രിപ്പറേഷൻ തുടങ്ങാം, SSR കഴിയണമെന്ന് നമ്മൾ തുന്നിക്കെട്ടി കൊടുക്കും.
ഇതല്ല, കൃത്യമായ ടൈം ഫ്രെയിമാണ്. അപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഇതടക്കം 6 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിൽ മാറ്റം വന്നിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യും. അത് എല്ലാ കാര്യത്തിനും ബാധകമാണ്. ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നോ പ്രോബ്ലം, ഇതിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഒന്ന് ഞാൻ പറഞ്ഞ ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫർമേഷൻ ഫോർ ക്വാളിറ്റി അസസ്മെന്റ്, അതായത് IIQA കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതെന്ന് വെച്ചാൽ 2 പേജുള്ള ഒരു സംഗതിയാണ്. IIQA എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഓൺലൈനായിട്ട് നാക്കിന് സബ്മിറ്റ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈൻ സബ്മിഷൻ ഓഫ് സെൽഫ് സ്റ്റഡി റിപ്പോർട്ട് SSR, പണ്ട് പറഞ്ഞ പോലെ തന്നെയാണ്. ആ സെൽഫ് സ്റ്റഡി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തത് ഡാറ്റ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ, DVV എന്നാണ് അതിനെ ചുരുക്കി പറയാ. DVV. 4 സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, SSS. 5 പീർ ടീം വിസിറ്റ്. 6 ഗ്രേഡിംഗ് റിസൾട്ട്. ഇത്രയാണ്. വളരെ സിമ്പിൾ ആണ് കേട്ടാൽ. പക്ഷെ ഈ സ്ലൈഡ് അല്ല, ഇതിനടുത്ത സ്ലൈഡാണ് വളരെ പ്രധാനം. അപ്പൊ IIQA കൊടുക്കുന്നു, കൊടുത്തു കഴിഞ്ഞാൽ SSR പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. SSR കൊടുത്താൽ DVV പ്രോസസ് ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ SSS നടക്കും, സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടക്കും, പിയർ ടീം വിസിറ്റ് വരും, ഗ്രേഡ് ചെയ്യും. ഈ ടോട്ടൽ 6 സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു ക്ലോക്ക് ആൽ കൺട്രോൾ ചെയ്യപ്പെടും. നിങ്ങളെ പോർട്ടലിൽ ആ ക്ലോക്ക് കൃത്യമായിട്ട് കാണാം, റിമൈനിങ് ടൈം കൃത്യമായിട്ട് കാണാം. ഇനി നമ്മൾ അതിലേക്ക് പോവാ, എന്തൊക്കെയാണ് എവിടേക്കാണ് ഇത് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ IIQA ഞാൻ പറഞ്ഞു ജൂൺ 18 മുതൽ അറ്റ് എനി ടൈം നമുക്ക് കൊടുക്കാൻ പറ്റും. കൊടുത്തു കഴിഞ്ഞാൽ NAC communication on the acceptance or rejection within 10 days from the date of receipt of IIQA. IIQA അപ്ലിക്കേഷന് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ NAC ഈ IIQA ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആർക്ക്? നമുക്ക്. സ്ലൈഡ് വന്നിട്ടുണ്ടോ? ഓക്കെ. 10 ദിവസം. അത് വളരെ കൃത്യമാണ്. ആ 10 ദിവസത്തിനകത്ത് നമുക്ക് ഇന്റിമേഷൻ കിട്ടും. റിജക്ഷൻ ആണെങ്കിൽ ഇത് 2 പേജ് ഡാറ്റയേ ഉള്ളൂ, പക്ഷേ കൃത്യമായ ഡാറ്റ അതിനകത്ത് ഉണ്ടാവണം. അതിന്റെ കണ്ടീഷൻസും IIQA ഫോംസ് ഒക്കെ വേറെ ഉണ്ട്. അത് റിജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീസബ്മിറ്റ് ചെയ്യണം. മാക്സിമം ഓഫ് 3 അറ്റംപ്റ്റ് ഇൻക്ലൂഡിംഗ് ഇനീഷ്യൽ സബ്മിഷൻ വിത്ത് സെയിം ഫീ. IIQAയുടെ ഫീസ് 25,000 rupees ആണ്, പ്ലസ് GST. 18% GST അടക്കം 25,000 രൂപ വേണം ഈ IIQA സബ്മിറ്റ് ചെയ്യാൻ. അത് കൊടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ഇന്റിമേഷൻ കിട്ടും. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സബ്മിറ്റ് ചെയ്യാം. അതും റിജക്ട് ചെയ്താൽ ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ പറ്റില്ല. ടോട്ടൽ 3 സബ്മിഷനേ ഉള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, വേറെ ഫീസ് അടക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ സ്ലൈഡ് മാറിയില്ല എന്നുണ്ടോ? ഇപ്പൊ മാറി അല്ലേ? ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ. അതിൽ 10 days ഇന്റിമേഷൻ, റിജക്ഷൻ, ദെൻ സബ്മിഷൻ ഓഫ് ആ സെയിം ഫീല് 2 പ്രാവശ്യം കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഫീസ് നഷ്ടപ്പെടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പൊ IIQA നമ്മൾ കൊടുത്തു, അതിൽ സംശയമൊന്നുമില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് SSR. 6 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ പുതിയ അക്രഡിറ്റേഷൻ കടന്നു പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് SSR. SSR വിത്ത് റിക്വയർഡ് ഡോക്യുമെന്റ് ഇൻ ദ പോർട്ടൽ വിത്തിൻ 30 days. ആ 30 days ഒരു കറക്ഷൻ ഉണ്ട്. സ്ലൈഡ് സ്ലോ ആണോ? പ്ലീസ്. കുറച്ച് സ്ലൈഡ് സാർ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന സ്ലൈഡ് AA പ്രോസസ് ചാർട്ട് 1 ഓൺലൈൻ സബ്മിഷൻ ചാർട്ട് 1 ആണ് കാണുന്നത് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അതാ ഞാനൊരു കാര്യം ചെയ്യാം. കാണാമല്ലോ. ഇത് റീഡബിൾ ആണോ? റീഡബിൾ ആണ്. റീഡബിൾ ആണ്. എന്നാലും ഇങ്ങനെ പോട്ടെ, പിന്നെ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും തോന്നുന്നു. ഓക്കെ. രണ്ടാമത്തെ ചാർട്ട് പ്രമോദ് സാറേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെലവെന്റ് അല്ലേ?
സർ നമ്മളെ ഫൈനൽ ഈ അക്രഡിറ്റേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 21 കഴിഞ്ഞ ശേഷമാണ്. ഇപ്പം 2 AQR സബ്മിറ്റ് ചെയ്ത സ്റ്റേറ്റ് ആണുള്ളത്, മൂന്നാമത്തത് അണ്ടർ പ്രിപ്പറേഷൻ ആണ്. ഇല്ല, ഞാനിപ്പോ ഈ പറയുന്ന സ്റ്റേജിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല, അതിപ്പോ അതിന്റെ ഫൈനലിലേക്ക് വരുമ്പോഴാണല്ലോ ഇത്. ഇപ്പം AQR കൊടുത്തിട്ടല്ലേ നിങ്ങൾ പോയാൽ മതി. പക്ഷേ ഇതാണ് ഫൈനൽ സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടി വരിക. ഇപ്പോഴേ ഇത് ആരംഭിച്ചാലേ ഈ പ്രോസസ് മനസ്സിലാക്കിയാലേ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ഓൺലൈൻ സബ്മിഷൻ ഓഫ് SSR വിത്ത് റിക്വയർഡ് ഡോക്യുമെന്റ് ഇൻ ദ പോർട്ടൽ വിത്തിൻ 30 ഇത് 45 ഡേയ്സ് ആക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ IIQA കൊടുത്ത് IIQA അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ SSR കൊടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ 21 ഇപ്പോഴേ തുടങ്ങണം ഏർപ്പാട്. കാരണം ഈ SSR എന്താണെന്ന് ഇനി അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണും, അപ്പോഴേ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. ആ SSR പ്രിപ്പയർ ചെയ്ത്, അതും ഓൺലൈനാണ്. നമ്മൾ ഹാർഡ് കോപ്പി ഒന്നും നാക്കിന് കൊടുക്കുന്നില്ല, ഒരു ഹാർഡ് കോപ്പിയും വേണ്ട. ഈ ഓൺലൈനായിട്ട് 6-7 ക്രൈറ്റീരിയ വെച്ച് എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ഒക്കെ കൊടുക്കാനുള്ള സമയം 45 ഡേയ്സ് ആണ്. അപ്പൊ അവിടെ ഈ ക്ലോക്ക് ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു ദിവസം പോലും നമുക്ക് എക്സ്റ്റൻഷൻ കിട്ടില്ല. അതുകൊണ്ട് ഈ എന്താണ് SSR ഓൺലൈൻ എന്ന് ആദ്യം ഡൗൺലോഡ് ചെയ്തെടുത്ത് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്യാനുള്ളത് കൃത്യമായിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ IIQA കൊടുക്കാവൂ. IIQA കൊടുത്താൽ 10 ഡേയ്സ് അപ്രൂവൽ കിട്ടും. അത് കൊടുത്ത് 45 ദിവസത്തിനുള്ളിൽ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാൻ നമ്മൾ പ്രാപ്തമായിരിക്കണം. അതാണ് ഇപ്പോഴേ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലാസിന്റെ റെലവൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോഴേ ആരംഭിക്കണം. SSR ഇൻ PDF ഫോർമാറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ വെബ്സൈറ്റ്. SSR PDF ഫോർമാറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. എല്ലാവർക്കും കാണാവുന്ന സംഗതിയാണ്. പണ്ട് നമ്മൾ SSR ടൈപ്പ് ഇത് ചെയ്തിട്ട് ബുക്കാക്കിയിട്ട് നമ്മൾ അത് വലിയ ഒരു സമ്പത്തായിട്ട് വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി അടുത്ത എന്താണ് ഈ SSR? ഞാൻ ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. ആദ്യത്തെ സ്റ്റെപ്പ് IIQA പറഞ്ഞു. IIQA നിങ്ങൾ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് അടുത്ത വർഷം 21 വരേണ്ടത്. അപ്പോൾ ഈ AQAR എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് IIQA ആണ്. പക്ഷെ IIQA ചെയ്യുന്നതിന് മുമ്പേ, IIQA ചെയ്ത 45 ഡേയ്സേ കിട്ടുള്ളൂ. അതിനു മുമ്പേ SSRന്റെ എല്ലാ ജോലിയും തീർക്കണം. അപ്പൊ ഒരു പക്ഷേ SSRന്റെ പണി തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴോ കഴിഞ്ഞു പോയിരിക്കുന്നു 21 ആണെങ്കിൽ. എന്താണ് ഈ SSR? SSRന് ഇത്രയും ഭാഗങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ട്, പ്രൊഫൈൽ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫ്രെയിംവർക്ക് QIF കംപ്രൈസിംഗ് ഓഫ് ഡാറ്റ ടെംപ്ലേറ്റ്സ്, ഡോക്യുമെന്റ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഇതില് ഈ QIF എന്നുള്ളത് കാണാപ്പാഠം പഠിച്ചിരിക്കണം എല്ലാ അധ്യാപകരും. ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ഫ്രെയിംവർക്സ്. അതിൽ ഡാറ്റ ടെംപ്ലേറ്റ്സ് ഉണ്ട്, ബാർ ഡോക്യുമെന്റ്സ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടാണ് ഈ QIF ഉള്ളത്. അതും അടുത്ത സ്ലൈഡിൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇവാലുവേറ്റീവ് റിപ്പോർട്ട് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ്, അത് യൂണിവേഴ്സിറ്റിക്കും ഓട്ടോണമസ് കോളേജിനും വേണ്ടി മാത്രമേ ഉള്ളൂ, നമുക്കതില്ല. QIF എന്താണെന്ന് ജസ്റ്റ് QIF എന്ന് ഓർത്തിരിക്കുക. SSRല് QIF എന്ന് പറയുന്നത്, ഇതിന്റെ ക്രൈറ്റീരിയാസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് കീ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നതിന് മറ്റൊരു സബ് ഡിവിഷനിലാണ്. കീ ഇൻഡിക്കേറ്റേഴ്സിനെ വീണ്ടും QLM എന്നും QNM എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. SSRനെ പഠിക്കാൻ ഈ 3 ടേംസ് ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഫ്രെയിംവർക്ക് QIF. അതിന്റെ ക്രൈറ്റീരിയ, അതില് കീ ഇൻഡിക്കേറ്റേഴ്സ് KIs എന്നാണ് അതിന് പറഞ്ഞത്. കീ ഇൻഡിക്കേറ്റേഴ്സ് രണ്ട് രീതിയിലാണ്. ഒന്ന് QLM-ഉം QNM-ഉം. QLM എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് മാട്രിക്സ്, QNM എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സ്. 7 criteria which encompass the functioning of an institution. These criteria are disintegrated into disaggregated to key indicators KIs. KIs are again subdivided into QLM and QNM. ഇത്രയായാൽ SSR പൂർണ്ണമായി. ഇത്
മനസ്സിലാക്കാതെ അടുത്ത സ്ലൈഡിലേക്ക് പോകരുത്. അതാണ് ഞാൻ സ്ലോലി പറഞ്ഞു പോകുന്നത്. QIF, KIs, അതില് QLM-ഉം QNM-ഉം. വളരെ സിമ്പിൾ ആണ്. സംശയം ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ഇനി ഇത് ഇതായിരുന്നു ജസ്റ്റ് പഴയ നമ്മുടെ KIs എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ യൂണിവേഴ്സിറ്റി, ഓട്ടോണമസ് കോളേജ്, അഫിലിയേറ്റഡ് കോളേജ് എന്നുള്ളത് മൂന്നാമത്തെ കോളം വലതുവശത്ത്. സ്ലൈഡ് വന്നില്ല. യെസ്, യൂണിവേഴ്സിറ്റി, ഓട്ടോണമസ് കോളേജ്, അഫിലിയേറ്റഡ് കോളേജ്, ലാസ്റ്റ് കോളം. അതിൽ 732, 41, 80, 121 എന്ന് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇത് പഴയതാണ്. ഇതിന്റെ താഴെ ഇതാണ് പുതിയത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചേഞ്ച് ആണ്. സ്ലൈഡ് വരുന്നേ ഉള്ളൂ. 1 മിനിറ്റ്. യെസ്, ഇതിൽ നോക്കൂ. കീ ഇൻഡിക്കേറ്റേഴ്സ് അഫിലിയേറ്റഡ് കോളേജിന് UG കോളേജ് ആണെങ്കിൽ 31 കീ ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്. PG കോളേജ് ആണെങ്കിൽ അത് 32 ആണ്. ഈ 31 കീ ഇൻഡിക്കേറ്റേഴ്സിൽ നമുക്ക് PG കോളേജ് ആണ്, അതുകൊണ്ട് 32 ആണ്. അതിൽ ക്വാളിറ്റേറ്റീവ് മാട്രിക്സ് 36, ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സ് 60, രണ്ടും കൂടെ 96. ഈ 96 മാട്രിക്സിന് ആൻസർ ചെയ്യലാണ് SSR എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതാണ്. AQR കൊടുത്തു കഴിഞ്ഞാൽ SSR പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ 96 മാട്രിക്സ് ഉണ്ട്. ഓരോ മാട്രിക്സും ഞാൻ പറഞ്ഞ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ 96 മാട്രിക്സിനും ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 96 മാട്രിക്സിനെ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ SSR ആയി. ആ 96 മാട്രിക്സിൽ 60 എണ്ണം ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സ് ആണ്, 36 എണ്ണം ക്വാളിറ്റേറ്റീവ് മാട്രിക്സ് ആണ്. ഈ മാട്രിക്സുകളൊക്കെ കിടക്കുന്നത് കീ ഇൻഡിക്കേറ്റേഴ്സിന് അണ്ടറിലാണ്. ഓരോ കീ ഇൻഡിക്കേറ്റർ അതിന് അണ്ടറിൽ ഇത്ര എണ്ണം മാട്രിക്സ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ഉണ്ടാവും. ഇതാണ് ഈ SSRന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ക്രൈറ്റീരിയയില് മാറ്റമൊന്നുമില്ല. നമ്മൾ കേട്ടപ്പോ AQRൽ നിങ്ങൾ ഇതേ ക്രൈറ്റീരിയ കേട്ടിട്ടുണ്ടാവും. ക്രൈറ്റീരിയൻ 1, 7 ക്രൈറ്റീരിയ ആയിട്ടാണ് SSR കിടക്കുന്നത്. ഒന്ന് കരിക്കുലർ ആസ്പെക്ട്സ്. ഇതില് സ്ലൈറ്റ് ചേഞ്ചസിന് സാധ്യതയുണ്ട്, പക്ഷെ ആൾമോസ്റ്റ് 99%ഉം വലിയ ചേഞ്ചസ് ഒന്നുമില്ല. കരിക്കുലർ ആസ്പെക്ട്സ് അതൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്റീവ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഒരു മെറ്റീരിയൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. കൂടുതൽ വായിച്ച് നിങ്ങൾ ബോറടിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഈ നേരത്തെയുള്ള NAC അക്രഡിറ്റേഷന്റെ SSRലും നമ്മൾ ഇതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആ സ്ലൈഡ് മാറ്റിയിട്ട് നമുക്ക് പോവാം. കരിക്കുലർ ആസ്പെക്ട്സിൽ ഓരോന്നും പറഞ്ഞിട്ട് പോകാം. ഇവിടെയാണ് നോക്കൂ, ഇതിന്റെ വെയിറ്റേജിൽ ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ. പുതിയ വെയിറ്റേജ് ഞാൻ അതിന്റെ ഒരു സ്ലൈഡ് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, സോറി, സ്ലൈഡ് അല്ല, ഒരു ഫയൽ കാണിക്കാം. നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. വിസിബിൾ ആണോ പ്രമോദ് സാർ? വിസിബിൾ ആണ്. യെസ് യെസ്. ഇത് പറഞ്ഞാൽ എളുപ്പമുണ്ട്. ഒന്ന്, ക്രൈറ്റീരിയ ഫസ്റ്റ് SSRലെ കരിക്കുലർ ആസ്പെക്ട് ആണ്. അതിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് നോക്കൂ. KIs, കരിക്കുലം ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ്. കരിക്കുലർ അത് സ്റ്റാർ ഇട്ടിരിക്കുന്നത് ഓട്ടോണമസിനായിരിക്കാം. അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി, കരിക്കുലം എൻറിച്ച്മെന്റ്, ഫീഡ്ബാക്ക് സിസ്റ്റം. ഇതില് ഓട്ടോണമസ് കോളേജ്, യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റില് അഫിലിയേറ്റഡ് കോൺസ്റ്റിറ്റ്യൂവന്റ് കോളേജിലെ PG ഏറ്റവും ലാസ്റ്റ് കോളം നോക്കിയാൽ മതി. അതിന്റെ വെയിറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. ടോട്ടല് കരിക്കുലർ ആസ്പെക്ടിന് 100 സ്കോറാണ് നമുക്കുള്ളത്. അതില് പ്ലാനിങ്ങിന് 20, അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റിക്ക് 30, കരിക്കുലം എൻറിച്ച്മെന്റ് 30, ഫീഡ്ബാക്ക് സിസ്റ്റം 20. ഈ സ്കോറും ഈ ടേബിളും വളരെ പ്രധാനപ്പെട്ടതാണ്.
ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കേണ്ടത്. ഇതില് ഈ പറയുന്ന കീ ഇൻഡിക്കേറ്റേഴ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ 5 കോർ വാല്യൂസിലേക്ക് കൊണ്ടുപോകുന്ന പ്രോഗ്രാംസിനാണ് അവര് കൃത്യമായി മാർക്ക് ചെയ്യുക. ഇനി ഇത് എളുപ്പത്തിൽ പോകാൻ പറ്റും. രണ്ടാമത്തത് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ആണ്. അതിന്റെ സബ്വൈസ് സ്കോർ ഞാൻ പറയുന്നില്ല, 350 ആണ് ഇതിന്റെ സ്കോർ. ഏറ്റവും കൂടുതൽ സ്കോർ ഉള്ള മേഖല ടീച്ചിങ് ലേണിംഗ് ഇവാലുവേഷൻ ആണ്. സ്റ്റുഡന്റ് എൻറോൾമെന്റ് ആൻഡ് പ്രൊഫൈൽ, catering student diversity, teaching learning process, teacher profile and quality, evaluation process and reforms, student performance and learning outcomes, student satisfactory survey. ഇത്രയും ഏരിയയാണ് 350 സ്കോറിന് ഉള്ളത്. ഈ 350 സ്കോറാണ് ഇതിന്റെ ഒരു സിംഹഭാഗം നമ്മുടെ അക്രഡിറ്റേഷന്റെ. ഇതില് സ്റ്റുഡന്റ് എൻറോൾമെന്റ് ആൻഡ് പ്രൊഫൈൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ? ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ചോദിക്കും, നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് മറുപടി പറയും. അത് അല്ലാതെ അവർക്ക് വേണ്ട ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചോദ്യത്തിന്റെ മാട്രിക്സ് QNM ആണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് QLM ആണ്. QNMനെ നമ്മൾ 70% വാലിഡേഷൻ അയച്ചു കൊടുക്കും, അവര് വാല്യൂ ചെയ്യും. QLMന് അവര് ഈ ടീം ഇവിടെ വന്നിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യും. കഴിഞ്ഞു. ദെൻ മൂന്നാമത്തത് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് എക്സ്റ്റൻഷൻ. അതിന് 120 സ്കോർ ആണുള്ളത്. ഇനി ഞാനത് അതിന്റെ കീ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ മെറ്റീരിയൽസ് തരും. പിന്നെ നാലാമത്തെ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സസ്, 100 സ്കോറേ ഉള്ളൂ. പണ്ട് അക്രഡിറ്റേഷന് നമ്മൾ നല്ല ലോണും ഗാർഡനും നല്ല ബിൽഡിങ്ങും പെയിന്റ് ഒക്കെ അടിച്ചാൽ മാർക്ക് കിട്ടിയിരുന്നു. ഇപ്പൊ 100 മാർക്ക് അതിനേ ഉള്ളൂ. 350 ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ കണ്ടിട്ടുണ്ട്. അഞ്ചാമത്തത് സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ, അതിന് 130 സ്കോർ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും സ്കോർ ഉണ്ട്. നോക്കൂ, ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്ന കീ ഇൻഡിക്കേറ്റേഴ്സ് ഫിസിക്കൽ ഫെസിലിറ്റി, ലൈബ്രറി, IT, മെയിൻ്റനൻസ്, ക്യാമ്പസ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതിന് 100 ഉള്ളൂ. പക്ഷേ സ്റ്റുഡന്റ് സപ്പോർട്ടില് സ്റ്റുഡന്റ് പ്രോഗ്രഷൻ, സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ആക്ടിവിറ്റീസ്, അലുമിനി എൻഗേജ്മെന്റ്, ഇതിന് 130 ഉണ്ട്. ഇപ്പൊ അവരെ അപ്രോച്ചിലെ ഒരു വിഷൻ നോക്കിക്കൊള്ളണം. ദെൻ ഗവേണൻസ് ആൻഡ് ലീഡർഷിപ്പ് ആറാമത്തെ ക്രൈറ്റീരിയയാണ്, അതിന് 100 സ്കോറാണ്. ഏഴാമത്തതും അവസാനത്തതും ഇൻസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്, അതിന് 100. അങ്ങനെ 1000 നമ്മളുടെ ടോട്ടൽ സ്കോർ. ഈ 1000 സ്കോറിൽ നമുക്ക് കിട്ടുന്ന മാർക്കാണ് നമ്മളെ ഗ്രേഡ് എന്ന് പറയുന്നത്. ആ 1000 സ്കോറിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ക്രൈറ്റീരിയ 2 ആണ്. ദാറ്റ് ഈസ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. എന്ന് വെച്ചാൽ 35% സ്കോർ വീഴുന്നത് അതിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്കോർ വീഴുന്ന ഇത് 130 ഉള്ള സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ ആണ്. ബാക്കിയൊക്കെ 100 വെച്ചിട്ടൊക്കെയാണ് ആവറേജ് വരുന്നത്. 100, 120 ഒക്കെയാണ് വരുന്നത്. നോക്കൂ, ഏതാ കരിക്കുലം ആണെങ്കിലും റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ആക്ടിവിറ്റീസ് ആണ് 120 വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വെറും 100 മാത്രമേ ഉള്ളൂ. സ്റ്റുഡന്റ് സപ്പോർട്ട് കഴിഞ്ഞ് ഗവേണൻസിന് 100 ഉള്ളൂ. ബെസ്റ്റ് പ്രാക്ടീസിന് 100 ഉള്ളൂ. ഇതാണ് SSRന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തിരിച്ച് എന്റെ പ്രസന്റേഷനിലേക്ക് തന്നെ പോകുന്നു. ഇനി ഇതില് മനസ്സിലാക്കേണ്ട ഒരു കേസ്, എങ്ങനെയാണ് ഈ SSRനെ നമ്മൾ സമീപിക്കേണ്ടത്? ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, കരിക്കുലർ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷനിൽ അതിന്റെ വെയിറ്റേജ് ഇപ്പൊ നോക്കണ്ട, കാരണം ഇതും ഞാൻ നേരത്തെ കാണിച്ചത് ലേറ്റസ്റ്റ് ആണ് ഇപ്പൊ കാണിച്ചത്, ചെറിയ ചേഞ്ച് ഉണ്ടാകും. The institution ensure effective curriculum delivery through a well planned and documented process. ഇപ്പൊ ഞാൻ ഈ ഉദാഹരണം പറയുന്ന ഈ കേസ് ഇത് എന്നെ കേട്ടിരിക്കുന്ന ഈ കോളേജിലെ എല്ലാ അധ്യാപകരും മനസ്സിലാക്കണമെന്നും അവരുടെ ജോയിന്റ് വർക്കിലൂടെ മാത്രമേ ഇതിലേക്കുള്ള ഇൻപുട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. ഇതാണ് SSR. SSRലെ മാട്രിക്സ് ആണ് ഞാൻ പറയുന്നത്. The institution ensures effective curriculum delivery through a well planned and documented process. Upload description of the initiative in not more than 500 words. ശ്രദ്ധിക്കണേ, ഈ മുകളിൽ പറഞ്ഞ ഈ സംഗതിയെ കുറിച്ച് ഇരിട്ടി MG കോളേജിലെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ 500 വാക്കില് നിങ്ങൾ എഴുതി അതിൽ സബ്മിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്ന് QLM എന്നാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. QL സ്മോള്, M വലുത് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്വാളിറ്റേറ്റീവ് മെട്രിക്സ് ആണ്. ഇങ്ങനെയുള്ള മെട്രിക്സിന്റെ എണ്ണം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള
PG കോളേജിന് ഇത്ര ക്വാളിറ്റേറ്റീവ് മെട്രിക്സ് ഉണ്ടാവും, ഇത്ര ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടാവും. അതിനെ ആൻസർ ചെയ്യലാണ് നമ്മളെ ജോലി. അപ്പോ 500 വാക്കില് എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ ചെയ്യണം. ഈ 500 വാക്കിന്റെ പ്രത്യേകത നേരത്തെ ക്ലോക്ക് പോലെ തന്നെയാണ്. നമ്മൾ ആ സ്പേസ് ഉണ്ട്, അതിന് ഓൺലൈനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ കാര്യം നമ്മൾ പേപ്പറാക്കി 500 വാക്ക് റെഡി ആക്കിയിട്ട് എഴുതി ആറ്റിക്കുറുക്കി വെക്കണം. പറയാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും, പക്ഷെ 500ൽ ഒതുക്കണം. എന്നിട്ട് ആ ടൈപ്പ് ചെയ്യുന്ന സ്പേസിൽ അവിടെ 500 വാക്ക് അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. 499 500 ആവുമ്പോ പിന്നെ നമുക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതാ പറഞ്ഞത്, പ്യൂർലി ഒബ്ജക്റ്റീവ് ആണ്, ട്രാൻസ്പെറന്റ് ആണ്. അപ്പൊ ഈ കാര്യം ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫക്റ്റീവ് കരിക്കുലം ഡെലിവറി ത്രൂ എ വെൽ പ്ലാൻഡ് ഡോക്യുമെന്റഡ് പ്രോസസ് എങ്ങനെയാണ് MG ഇരിട്ടിയിൽ നടക്കുന്നതെന്ന് 500 വാക്കിൽ ആറ്റിക്കുറുക്കി ഉണ്ടാക്കി വെക്കണം. എത്ര സമയം എടുക്കുന്ന ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിന്. ദെൻ രണ്ടാമത്തത് ഒരു QNM ആണ്. അടുത്തത് സ്ലൈഡ് ഇപ്പോൾ വരെ. നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 5 years. കഴിഞ്ഞ 5 വർഷമായി നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് എത്ര എണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? ഇതൊരു QNM ആണ്. സ്ലൈഡ് മാറിയില്ല. ഇന്നുണ്ടായ അസുഖമാണത്. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. നോക്കൂ, ഇതൊരു QNM ആണ്. നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയേഴ്സ്. അതിൽ പറയുന്നു, നമ്പർ ഓഫ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇയർ വൈസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഇയേഴ്സ്. ഡാറ്റ റിക്വയർമെന്റ് ആസ് പെർ ഡാറ്റ ടെംപ്ലേറ്റ് ഇൻ സെക്ഷൻ ബി. സെക്ഷൻ ബിയില് ഡാറ്റ ടെംപ്ലേറ്റ് എക്സൽ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമിന്റെ കോഡ്, നെയിം ഓഫ് പ്രോഗ്രാം, ഇയർ ഓഫ് ഇൻട്രൊഡക്ഷൻ. അതിന്റെ ഫയൽ എന്തൊക്കെയാ വേണമെന്ന് താഴെ പറയുന്നുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ, ഡീറ്റെയിൽസ് ഓഫ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാംസ്, മിനിറ്റ്സ് ഓഫ് റെലവന്റ് അക്കാഡമിക് കൗൺസിൽ BOS മീറ്റിംഗ്. ഇത് കണ്ടാൽ നിങ്ങൾ തോന്നും യൂണിവേഴ്സിറ്റിക്ക് ഉള്ളതാണ്. യൂണിവേഴ്സിറ്റിക്ക് ഉള്ളത് തന്നെയാണ്, പക്ഷെ കോളേജിനും ഇത്തരം കാര്യങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവും. കോളേജിലും ഇത് ചോദിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ആണ് എന്നുള്ളതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ കൊടുക്കണം, അത്രയേ ഉള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാനോ നീട്ടി വലിക്കാനോ ഒന്നും സാധ്യമല്ല. ഈ ഡാറ്റയാണ് തേർഡ് പാർട്ടി ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതിലൊരു സ്കോറാണ് കിട്ടുക, 5 സ്കോറാണ്. അപ്പൊ ഈ 5 സ്കോറിന് അവരൊരു ഇക്വേഷൻ ഉണ്ടാവും. ഇത്ര ഇയറിൽ ഇത്ര കോഴ്സും കഴിഞ്ഞു, ഇന്ന കാര്യങ്ങൾ ഇതാണ് ഇവിടെ പറയാ. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൊടുക്കുക, അതിന് സ്കോർ കൃത്യമായിട്ട് കിട്ടും. അടുത്തത് വീണ്ടും ഒരു QNM, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് QNM പരിചയപ്പെടുത്താണ്. ഇത് ഫസ്റ്റ് ക്രൈറ്റീരിയയിൽ തന്നെ ഉള്ളതാണ്. Percentage of new courses introduced of the total number of courses across all programs offered during the last 5 years. നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഹൗ മെനി ന്യൂ കോഴ്സസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ലാസ്റ്റ് 5 years? ഇപ്പൊ ഇവിടെ വീണ്ടും സംശയം വരാം, കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള വകുപ്പ് കോളേജിനുണ്ടോ? ഉണ്ട്. നമുക്ക് കോളേജിന് നമ്മളുടേതായ രീതിയിലുള്ള എക്സ്റ്റൻഷൻ പ്രോഗ്രാമില് ചെറിയ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകൾ കൊടുക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും അതിന്റെ സ്റ്റൈൽ നോക്കൂ. നമ്പർ ഓഫ് ന്യൂ കോഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ലാസ്റ്റ് 5 years, നമ്പർ ഓഫ് കോഴ്സസ് ഓഫേർഡ് ലാസ്റ്റ് 5 years ഇൻറ്റു 100, അതിന്റെ പെർസെൻറ്റേജ്. ഇതാണ് ഇതിനെ ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് എന്ന് പറയുന്നത്. കുറച്ചും കൂടെ എളുപ്പമുള്ള എക്സാമ്പിൾസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. ഇത്തരത്തില് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മളുടെ ഡാറ്റ ചോദിക്കുകയാണ് QNM-ലൂടെ ചെയ്യുന്നത്. ഇനി കോളേജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടെ എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാവുന്ന സംഗതികൾ വരും. ഇവിടെ കൃത്യമായ മാട്രിക്സ് ഉണ്ട്, കാൽക്കുലേഷൻ ഉണ്ട്. ഈ സ്കോർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഓൺലൈനിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് സ്കോർ ഇടും. ആ സ്കോർ കൃത്യമായിട്ട് അതിന്റെ കറസ്പോണ്ടിങ് മാർക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. യെസ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഗ്രാം ഇൻ വിച്ച് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തത് ആ കോഴ്സിൽ എത്രത്തോളം ഉണ്ട്? വീണ്ടും കോഴ്സിനെ കുറിച്ച് തന്നെയാണ്. സ്ലൈഡ് സ്ലോ ആയത് എനിക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഫീഡ്ബാക്ക് സിസ്റ്റം ആണ്.
അതിൽ structured feedback from students, teachers, employers, alumni, parents, any 4 of the above, നോക്കണേ, any 3 of the above, any 2 of the above, any 1 of the above, none of the above. Students, teachers, employers, alumni, parents for design and review of the syllabus semester wise, year wise. നിങ്ങളെ ഫീഡ്ബാക്ക് നിങ്ങൾ എടുത്തത് ഇതിൽ ആരൊക്കെ എടുത്തുന്നാണ് എന്നാണ് ചോദിക്കുന്നത്. QNM ആണ്, ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സ് ആണ്. അപ്പൊ ഞങ്ങള് 4 വിഭാഗത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്കോർ ഉണ്ടാകും, 3 എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്കോർ ഉണ്ടാകും, 2 എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്കോർ ഉണ്ടാകും. ഈ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറാണ് ഈ QNM-ൽ വരുന്നത്. ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് ബോറടിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ ചെറിയൊരു പോസ് ഇട്ടിട്ട് ഒരു ഇന്ററാക്ഷന് അവസരം തരികയാണ്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം, ഇനിയിപ്പോ ക്രൈറ്റീരിയ 7 വരെ ഇങ്ങനെ പോകാനുള്ളതാണ്, അതിൽ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കാര്യം, എന്നാലും ചില സംഗതികൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ററാക്ട് ചെയ്യാനുണ്ടോ? ഈ ഒരു പ്രോസസ്സ് ശരിക്കും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം നിങ്ങൾ മാക്കിന്റെ SSRൽ എന്ത് എഴുതുവാണെങ്കിലും ആ എഴുതുന്ന കാര്യത്തിന് സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതണം, എത്തരത്തിലുള്ള പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യണം, ഏത് പ്രോഗ്രാം ഏത് രീതിയിൽ റെക്കോർഡ് ചെയ്താലാണ് നമുക്ക് സ്കോർ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഈ മെത്തഡോളജി കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ SSRലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. മാനുവൽ SSR അല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഓൺലൈൻ ആണ്, ക്ലോക്ക് നമ്മുടെ മുമ്പിലുണ്ട്, കൃത്യമായി ഇത് കൊടുക്കുകയും വേണം. ഇതില് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ SSRൽ 2 തരം മാട്രിക്സ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് QLM-ഉം ക്വാണ്ടിറ്റേറ്റീവ് QNM-ഉം. ക്വാണ്ടിറ്റേറ്റീവ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഈ പറഞ്ഞ ഇത്രയും വിഭാഗത്തിന്റെ അടുത്ത് നിങ്ങൾ ഈ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടോ, ഉണ്ട് എന്ന് തന്നെ പറയണം. അതിന്റെ കണക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും വേണം. ആ കണക്ക് രേഖപ്പെടുത്തുന്ന എക്സൽ ഷീറ്റിൽ അത് അടിച്ചിട്ട് നമ്മൾ വേറെ സെക്ഷൻ ബിയിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. ഒക്കെ ഓൺലൈനാണ്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത് ഈ മെത്തഡോളജിയിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടോ, മനസ്സിലായോ, എന്തെങ്കിലും സംശയം ഉണ്ടോ, എന്തെങ്കിലും നിങ്ങൾ ഇന്ററാക്ട് ചെയ്യും? സംശയം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ചോദിക്കണേ. ജിതേഷ് ആണ് എന്റെ പേര്. ഞാൻ ഒരു ചോദ്യം, ഈ സാറ് നേരത്തെ പറഞ്ഞ AQAR 30% നമ്മള് സ്കോർ എത്തിയില്ലെങ്കിൽ അത് പിന്നെ എന്താണ് അടുത്ത നടപടി? നമ്മൾക്ക് പറയാം, ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മള് 30% സ്കോറിൽ നമുക്ക് ആ സ്കോർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം. അതിന്റെ കൂടെ അപ്പൊ എനിക്ക് വേറൊരു ഡൗട്ട്, ഇയർ ടൈം വിസിറ്റ് വരില്ല, വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം. അതുപോലെ ഈ രണ്ടാമത്തെ അക്രഡിറ്റേഷൻ സൈക്കിളിന് നമ്മളിപ്പോ 2021 നമ്മുടെ സമയം, അതിന് ഈ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള അങ്ങനെയല്ല, അതൊരു അത് ആ വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ നിർബന്ധമായിട്ട് ഈ ഒരു ഇതിനുള്ളിൽ തന്നെ ഇത് IIQA സബ്മിറ്റ് ചെയ്യണോ? ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡിംഗ് നിലനിൽക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് അക്രഡിറ്റേഷൻ സൈക്കിളില് കോളേജ് അക്രഡിറ്റഡ് ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന് കൃത്യം 5 വർഷം കഴിയുമ്പോൾ അത് എക്സ്പയർ ആവും. ആ ഡേറ്റ് സപ്പോസ് 16 അക്രഡിറ്റ് ചെയ്തത്, 16 ജൂൺ 10 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 21 ജൂൺ 10 വരെയാണ് നിങ്ങളുടെ അക്രഡിറ്റേഷൻ ടെന്യൂർ. 21 ജൂൺ 10 മുമ്പേ ഈ അക്രഡിറ്റേഷൻ പ്രോസസ്സ് പൂർത്തിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്താൽ നിങ്ങളുടെ കോളേജ് അക്രഡിറ്റഡ് ആയിട്ട് തുടരും. അതല്ലെങ്കിൽ 21 ജൂൺ 10 ആവുമ്പോൾ അക്രഡിറ്റേഷൻ എക്സ്പയർ ആവും. പിന്നെ അക്രഡിറ്റഡ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്നാണോ ഗ്രേഡ് കിട്ടുന്നത് അന്ന് തൊട്ടേ വരുള്ളൂ എന്നേ ഉള്ളൂ. അല്ല അത് കുറച്ച് നീണ്ടുപോയി എന്ന് വിചാരിച്ച് നമ്മൾ വിത്തൗട്ട് അക്രഡിറ്റേഷൻ പോകും എന്നല്ലാതെ വേറെ വലിയ കുഴപ്പങ്ങൾ ഇല്ല. സാറേ, ഒരു ചോദ്യം കൂടി. നമ്മളിപ്പോ ആനുവൽ AQAR അയക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവര് ഇതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടെങ്കിൽ വിതിൻ വാട്ട് ടൈം
ഫ്രെയിം അവർ അതിന്റെ റെസ്പോൺസ് നമുക്ക് തരും, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തായിട്ടില്ല അതിന്റെ അർത്ഥം? അതെ അതെ അതെ, അത് അപ്പൊ തന്നെ ഓൺലൈൻ അത് സ്വീകരിച്ചിരിക്കുന്നു. AQAR പിന്നെ അങ്ങനെ റിജക്ഷന്റെ പ്രശ്നം സ്വാഭാവികമായിട്ടും വരുന്നില്ല. AQAR ചെയ്യുന്നത് അവര് നമ്മള് അപ് ടു ഡേറ്റ് ആണോ, അക്രഡിറ്റഡ് പോസ്റ്റ് അക്രഡിറ്റേഷനിൽ നമ്മൾ ആക്റ്റീവ് ആണോ എന്ന് എൻഷുർ ചെയ്യാനാണ്. അതേസമയം ഈ അടുത്ത സൈക്കിളിലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ AQAR വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ആണ്. കൃത്യമായി AQAR കൊടുത്തതിനു ശേഷം നമുക്ക് SSR കൊടുക്കാൻ പറ്റുള്ളൂ. അത് പെൻഡിങ് ആവാൻ സാധ്യമല്ല. നമ്മൾ സബ്മിറ്റ് ചെയ്ത AQAR പിന്നീട് നമ്മൾക്ക് എന്തെങ്കിലും അപാകത നമ്മൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ തിരുത്തുവാനുള്ള സമയമുണ്ടോ അല്ലെങ്കിൽ സാധ്യതയുണ്ടോ? അതിന് സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സബ്മിറ്റ് ചെയ്തത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാനത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അത് സാധ്യമല്ല, കാരണം നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടില്ല, ഈ സബ്മിഷൻ ഇല്ലല്ലോ. ഓക്കെ, അതാണ് സാർ ഇപ്പൊ പറഞ്ഞത്. 10 ദിവസത്തിനുള്ളിൽ അവർ വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും റിജക്ട് ഉണ്ടെങ്കിൽ നമ്മളത് അവരെ അറിയിക്കും. നമ്മളവരെ അറിയിച്ചു. അത് AQAR അല്ല, അത് IIQA ആണ്. 10 ദിവസത്തിനുള്ളിൽ. ഓക്കെ ഓക്കെ, അല്ല ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഈ AQAR സാർ ഇപ്പൊ പ്രമോദ് സാറ് പറഞ്ഞെടുത്താണ്, അത് സബ്മിറ്റ് ചെയ്തു, അപ്പൊ അവര് വെരിഫൈ ചെയ്തു, തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയിക്കും. അപ്പൊ അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾക്ക് സ്വയം പിന്നീട് തോന്നുകയാണ് അതിൽ കുറച്ച് ടിപ്പോഗ്രാഫിക്കൽ അല്ല, ഒരു ക്വാണ്ടിറ്റേറ്റീവ് എറേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ, അതാ ഞാൻ എന്റെ ചോദ്യത്തിന്റെ അത് മനസ്സിലായി. അത് നമ്മൾ ഇയർലി കൊടുക്കുന്നതാണ് AQAR, ആനുവൽ ക്വാളിറ്റി അഷുറൻസ് റിപ്പോർട്ട്. ഇപ്പൊ നിങ്ങളിപ്പോ 16, 17 കൊടുത്തു കഴിഞ്ഞു, 17, 18 കൊടുത്തു കഴിഞ്ഞു. അതിൽ ഇനി റെക്ടിഫിക്കേഷന് സാധ്യത കുറവാണ്. മറ്റൊന്ന്, ഈ AQAR നമ്മൾ പറയുന്നത് ഈ 16 മുതൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അതിൽ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ സമ്മേറ്റീവ് റിപ്പോർട്ടാണ് നമ്മൾ 21 കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ AQAR-ഉം നമ്മളെ SSR-ഉം തമ്മിൽ കോൺഗ്രുവന്റ് ആയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരാളോ ഒരു ടീമോ വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല. നല്ല ഗ്രേഡ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നോക്കണം. 16-ലെ AQAR-ഉം 21-ലെ SSR-ഉം തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ 2 AQAR കൊടുത്തു, ഇനി 2 AQAR കൂടെ കൊടുക്കേണ്ടാവും, അടുത്തത് SSR ആയിരിക്കും. ആ കൊടുക്കുന്ന AQAR കൃത്യമായിട്ടും ഈ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന SSR-ഉമായിട്ട്, കാരണം SSR 5 കൊല്ലത്തെ കാര്യമാണല്ലോ പറഞ്ഞത്. AQAR-ൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞു, 16, 17 ഇന്ന കാര്യം പറഞ്ഞു. അതിന് വ്യത്യസ്തമായിട്ട് ഈ SSR വരുമ്പോൾ 16, 17 പറയുമ്പോൾ ഇഷ്യൂസ് ഉണ്ടാകും. അത് ശ്രദ്ധിക്കണം. തിരുത്തല് പോലെ സാധ്യമല്ല. IIQA പക്ഷെ അതല്ല, അത് ഒരു ഇന്റിമേഷൻ ലെറ്റർ ആണ്. ഓക്കെ സർ, താങ്ക് യു. സലീം സാറേ ചോദിച്ചോട്ടെ? ചോദിക്കോളൂ. സാർ ഇപ്പൊ ഫീഡ്ബാക്ക് പറഞ്ഞല്ലോ 5 സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ. അതില് നമുക്ക് എല്ലാവരുടെയും ഫീഡ്ബാക്ക് 100% ഫീഡ്ബാക്ക് കിട്ടുക എന്നുള്ളത് ഇംപ്രാക്ടിക്കബിൾ അല്ലേ? അപ്പൊ അതിന് പ്രൊപ്പോർഷനേറ്റ് മതിയോ? സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ചില ബാച്ച് കുറച്ച് കുട്ടികളുടെ അടുത്തേ കിട്ടിയുള്ളൂ എന്നൊക്കെ വരില്ല. അപ്പം ആ ഫീഡ്ബാക്ക് പ്രൊപ്പോർഷനേറ്റ് മതിയോ? ഇനി അതിനെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്ത് എങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം? അതിൽ ആ ഒരു ഫീഡ്ബാക്ക് സംബന്ധമായിട്ട് സപ്പോർട്ടിങ് ഫോംസ് ഒക്കെ ഉണ്ട്. അതായത് അതിൽ പറയുന്നുണ്ട് അതിന്റെ അത്യാവശ്യ ഗൈഡ് ലൈൻസ് ഒക്കെ, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് കിട്ടുന്ന അത്രയും തന്നെ മതി. മാക്സിമം കിട്ടുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് മാക്സിമം ഉണ്ടാകും. ഫീഡ്ബാക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതേ അവർ നോക്കുന്നുള്ളൂ. ഇപ്പൊ 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികളുടെ ഫീഡ്ബാക്കും വേണം എന്നുള്ള മാൻഡേറ്ററി ക്രൈറ്റീരിയ ഒന്നും അതിനകത്തില്ല. ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് ആണ് അവരടക്കുക. മാത്രമല്ല അതില് ഡിഫറെന്റ് വെർട്ടിക്കൽസിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടോ എന്നാണ്. അലുമിനി ഉണ്ടോ, പാരന്റ്സ് ഉണ്ടോ. നമ്മൾ സാധാരണ കുട്ടികളുടെ ഫീഡ്ബാക്ക് മാത്രം എടുത്തു വെക്കും. അതിനപ്പുറത്തേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നുണ്ടോ. ഇനി ഈ ഓരോ പറയുന്ന കാര്യങ്ങൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് മറ്റൊന്നായിട്ട് ഇന്റർലേറ്റഡ് ആണ്. നിങ്ങളിപ്പോ ഫീഡ്ബാക്ക് എടുത്തിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് നമ്മൾ അടുത്ത IPSC മീറ്റിംഗിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ ചർച്ച ചെയ്ത ഫീഡ്ബാക്കിനെ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ നടത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ഒരു തരത്തിലൂടെ മറ്റു ചോദ്യങ്ങളിലൂടെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്, ക്രോസ് വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ലൈവായിട്ട് ഈ മെത്തഡോളജി നല്ലപോലെ മനസ്സിലാക്കിയിട്ട് എണ്ണയിട്ട് യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന ഒരു കോളേജിന് ഈ ഓൺലൈൻ SSR വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മള് 126-ാമത്തെ ചോദ്യത്തിന് പറയുന്ന ഒരു ആൻസർ, അത് വെദർ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ്, ആ 126-ാമത്തെ ആൻസർ ഒരുപക്ഷെ 56-ാമത്തെ ചോദ്യത്തിൽ കൃത്യമായ ഇൻഡിക്കേഷന് കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഇവര് വാല്യൂഷനില് സോഫ്റ്റ്വെയർ ആണ്, അത് നോക്കും ഇവിടെ പറഞ്ഞ സംഗതി അവിടെ നടന്നിട്ടുണ്ടോ. ഇതൊക്കെ ആ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാനുള്ള സംഗതി. അപ്പൊ ഞാനതാ പറയുന്നത്, ഇത് ഒരു ചെറിയ സംഗതി അല്ല. നമുക്ക് നല്ല ഗ്രേഡ് വേണമെങ്കിൽ
ആദ്യം കോളേജിലെ എല്ലാ അധ്യാപകരും IQAC-യുടെ ആളുകൾ പ്രത്യേകിച്ച് ഈ ഒരു ഫ്രെയിംവർക്ക് കൃത്യമായിട്ട് വായിച്ച് ഇരിക്കണം. പഴയ പോലെ അല്ല എന്നർത്ഥം. ഓക്കെ, ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സും QLM-ഉം QNM-ഉം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ മെത്തഡോളജി മാത്രമേ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. ഇത്തരം ഒരു ക്ലാസ്സിൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ സാധ്യമല്ല. മറിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ് IQAC കോർഡിനേറ്റർ ചെയ്യേണ്ടത്, നമ്മുടെ ലേറ്റസ്റ്റ് മാനുവൽ ഞാൻ അയച്ചു തരാം. ആ മാനുവൽ എടുത്തിട്ട് ഓരോ ക്രൈറ്റീരിയ 7 ക്രൈറ്റീരിയക്ക് നിങ്ങൾക്ക് കമ്മിറ്റി ഉണ്ടാകും. ആ കമ്മിറ്റിയുടെ കൺവീനർക്ക് ഈ പറയുന്ന കീ ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കണം. അതിലെ QLM QNM ഓരോന്നും തിരഞ്ഞെടുത്ത് കൊടുത്തിട്ട് അവരത് ചർച്ച ചെയ്ത് അതിനെങ്ങനെ ആൻസർ ചെയ്യാം എന്ന് കണ്ടെത്തുന്ന പരിപാടിയാണ് ഇപ്പൊ തന്നെ തുടങ്ങേണ്ടത്. വളരെ പ്രധാനപ്പെട്ട വർക്കാണത്. അപ്പൊ എന്താണ് ഈ QNM, എന്താണ് ഈ QLM എന്നുള്ള കാര്യത്തെ കുറിച്ച് നല്ല ക്ലാരിറ്റി എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. മറ്റൊന്ന്, ഇതിൽ എഴുതേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഇനി ഒരു വർഷം കൂടെ കോളേജിലുണ്ട്. ഈ ഒരു വർഷം നമ്മൾ ഏറ്റെടുക്കുന്ന പരിപാടി നമ്മളെ പഴയ മൈൻഡ് സെറ്റപ്പിൽ പോരാ. നമ്മളൊരു സെമിനാർ നടത്തുകയാണെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിലും ആ പ്രോഗ്രാം നാളെ QNM ആയിട്ടോ QLM ആയിട്ടോ SSR-ൽ കൊടുക്കേണ്ടതാണെന്നും അതിൽ ഇങ്ങനെ കൊടുത്താലേ അത് സാറ്റിസ്ഫൈ ആവുള്ളൂ എന്നുള്ള ചിന്ത ആളുകൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ NAAC-ന് ഗ്രേഡ് കിട്ടുന്ന രീതിയിലേക്ക് ആ പ്രോഗ്രാം മാറുള്ളൂ. മാത്രമല്ല, ആ ഒരു പ്രോഗ്രാമിനെ ഡോക്യുമെന്റ് ചെയ്യുന്നതിന്റെ സ്റ്റൈൽ ഇതിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എക്സലിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് പിക്ചർ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ആയിട്ട് എഴുതേണ്ടത്, എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഇനി നാളെ ഈ ഇരിട്ടി MG കോളേജിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ പ്രോഗ്രാം നടത്തി സാധാരണ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം ബ്രോഷറിൽ ഫയൽ ചെയ്യും, പ്രോഗ്രാമിന്റെ നോട്ടീസ് ഫയൽ ചെയ്യും, അതിനൊരു റിപ്പോർട്ട് എഴുതി വെക്കും. ഇറ്റ് ഈസ് നോട്ട് ഇനഫ്, അത് മതിയോ പോരാ എന്നുള്ളത്. അപ്പൊ ആ ഒരു സമീപനത്തിലേക്ക് കോളേജ് വരണം. അതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർക്കിന്റെ സ്റ്റൈല് മാറണം. ഇത് കൃത്യമായി പഠിച്ചു പോകുന്ന ഒരു കോളേജാണ് നല്ല സ്കോർ വാങ്ങുന്നത്. അല്ലാത്തതാണെങ്കിൽ നമ്മൾ പഴയ രീതിയിലുള്ള പ്രിപ്പറേഷൻ, പഴയ NAAC റിപ്പോർട്ടിലുള്ള പ്രിപ്പറേഷൻ നടത്തിയിട്ട് അത് പുതിയ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു സാധനം സബ്മിറ്റ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഈ 30% സ്കോർ കിട്ടാതെ റിജക്ഷൻ ആവാനോ അല്ലെങ്കിൽ നമ്മുടെ സ്കോർ വളരെ താഴ്ന്ന് നമ്മൾ അക്രഡിറ്റേഷൻ പിറകോട്ട് പോകാനോ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ക്രൈറ്റീരിയൻ 2-ലേക്ക് പോയിക്കോട്ടെ എന്നാണ് എന്റെ ചോദ്യം. യെസ് സർ. ക്രൈറ്റീരിയൻ 2 ടീച്ചിങ്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ. സ്ലൈഡിൽ കാണുന്ന പോലെ അതില് ഈ പറഞ്ഞ പോലെ അതിന്റെ കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ കീ ഇൻഡിക്കേറ്റേഴ്സിൽ ഇതേപോലെ QNM ഉണ്ട്, QLM ഉണ്ട്. അതും ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു സ്ലൈഡ് വരുന്നുണ്ട്. സോറി കേട്ടോ, എന്റെ ഈ സ്ലൈഡ്, എനിക്ക് സാധാരണ ടെക്നോളജി ഞാൻ വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇത് ഇന്ന് തന്നെ സിസ്റ്റത്തിന്റെ ഒരു തകരാറ് വന്നു. ചിലപ്പം വൈറസ് ആയിരിക്കാം, വൈറസ് കയറാൻ സാധ്യതയില്ലാത്ത സിസ്റ്റമാണ്. എന്നാലും ഇപ്പൊ ഒരു മാസ്ത ഈ സ്ലൈഡ് കണ്ടോളൂ. ഇതൊരു QNM ആണ്. നോക്കൂ, രണ്ടാമത്തെ ക്രൈറ്റീരിയൽ ഒരു QNM ആണ്. ആവറേജ് പെർസെന്റേജ് ഓഫ് സ്റ്റുഡന്റ് ഫ്രം അതർ സ്റ്റേറ്റ്സ് ആൻഡ് കൺട്രീസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 5 years. Number of students from states and countries year wise during the last 5 years. അതിന്റെ ഫോർമുല നോക്കൂ. Number of students from other states and countries, total number of students into 100. ഇത്രേ കൊടുക്കേണ്ടുള്ളൂ, നമുക്ക് നീട്ടി വലിച്ച് എഴുതാനില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ ഓരോന്നും ഒരു നല്ല രസമാണ്, നമുക്ക് സമയമുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ. ഇപ്പൊ അതിനൊന്നുള്ള സമയമില്ല. അതായത് നിങ്ങളുടെ കോളേജില് നിങ്ങളുടെ സ്റ്റേറ്റിൽ നിന്നല്ലാതെ നിങ്ങളുടെ രാജ്യത്തു നിന്നല്ലാതെ വേറെ എവിടുന്നെങ്കിലും കുട്ടികൾ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ്. അപ്പൊ അവർ നോക്കുന്നത് എന്താണ്, MG കോളേജ് ഇരിട്ടി ആ ഒരു ഇട്ടാവട്ടത്തിൽ നിൽക്കുകയാണോ, അതല്ല അത് മറ്റു സ്ഥലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ, എക്സ്റ്റെൻഡ് ചെയ്യണം എന്നാണ്. 2, നിങ്ങളുടെ ഖ്യാതിയും കേളിയും ഒക്കെ കേട്ട് പുറത്തുനിന്ന് നിങ്ങളുടെ കോളേജിലേക്ക് കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടോ? ഉദ്ദേശം മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഞങ്ങൾ തരുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് വിമർശനാത്മകമായി ചിന്തിച്ചാൽ നാട്ടുകാർക്കൊക്കെ ഉള്ള പഠിക്കാനല്ലോ ഞങ്ങൾ ഇരിട്ടിയിൽ കോളേജ് ഉണ്ടാക്കി, ഞങ്ങളെ മക്കൾക്ക് പഠിക്കാനല്ലോ എന്നൊക്കെ മറുവാദം വന്നേക്കാം. ഞാൻ അതിനൊന്നും കമന്റ് ചെയ്യാൻ പോകുന്നില്ല. ഇവരുടെ ഓരോ ചോദ്യത്തിന്റെയും ഡയമെൻഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്.
അതും ക്വാളിറ്റേറ്റീവ് ആണ്. ചിലതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് പിന്നെ ഞാൻ പറയുന്നില്ല, അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഇനി മറ്റൊരു സ്ലൈഡ് വരുന്ന QNM ആണ്. സ്റ്റുഡന്റ് ഫുൾ ടൈം ടീച്ചർ റേഷ്യോ. കോളേജിലെ കുട്ടികളുടെയും ഫുൾ ടൈം ടീച്ചേഴ്സിന്റെയും റേഷ്യോ ഇതാണല്ലോ ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെയിറ്റേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിന്റെ ഡാറ്റ റിക്വയർമെന്റ് ചോദിക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ടോട്ടൽ നമ്പർ ഓഫ് ഫുൾ ടൈം ടീച്ചേഴ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്നിട്ട് സ്റ്റുഡന്റ് ഈസ് ടു ടീച്ചേഴ്സ് അതിന്റെ റേഷ്യോ ചോദിക്കുകയാണ്. ഈ റേഷ്യോ നമ്മൾ കൊടുക്കണം. അത് ആ റേഷ്യോ നല്ല റേഷ്യോയിലുള്ള സ്ഥാപനത്തിന് നല്ല സ്കോർ കിട്ടും. റേഷ്യോ കുറവാണെങ്കിൽ സ്കോർ കുറവായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. സ്ലൈഡ് മാറിയില്ല. യെസ്, ഇപ്പൊ കാണുന്ന സ്ലൈഡ് 10 അതിന്റെ വെയിറ്റേജ് വരുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടാവും ആ സ്കോറിൽ, പക്ഷെ ഈ രീതിയിലാണ് പോകുന്നത്. ഇനി ഞാൻ ഇതിൽ കൂടുതൽ എക്സാമ്പിൾസ് കാണിക്കുന്നില്ല. എക്സാമ്പിൾസ് കാണിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചില സംഗതികൾ ഒന്നും കൂടെ ഞാൻ കാര്യം പിന്നെ ഇത് നിങ്ങൾക്ക് തന്നെ അവിടെ ഇന്റേണലി ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? ഈ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത ഒരു വർഷം നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്, ചെയ്ത വർക്കിനെ എങ്ങനെയാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ടതെന്ന്. ഈ 2 പോയിന്റ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ളൂ. എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഈ കംപ്ലീറ്റ് ഈ പറയുന്ന 96 മെട്രിക്സുകളുണ്ട്, 66ഉം 30ഉം 96. ഈ 96 മെട്രിക്സും എല്ലാ ടീച്ചേഴ്സും വായിച്ചിട്ട് ആ മെട്രിക്സിൽ എഴുതാനുള്ള സാധനമാണ് വേണ്ടത്. ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. പണ്ട് നമ്മൾ അങ്ങനെ അല്ല ചെയ്തിരുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ആ ചെയ്ത കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതി വെക്കുകയായിരുന്നു നമ്മൾ അന്ന് ചെയ്തിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ഇവര് പറയുന്ന കോളത്തിലേക്ക് നമ്മൾ എഴുതി കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ കോളത്തിലേക്ക് എഴുതാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി കോളേജിൽ ചെയ്യേണ്ടത്. അതിന് സ്കോർ കിട്ടുന്ന രീതിയിൽ ചെയ്യുകയും വേണം. സ്റ്റുഡന്റ് മാട്രിക്സ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് 50, അതിൽ QLM ആണ് രണ്ടും. അതൊക്കെ ക്വാളിറ്റേറ്റീവ് ആണ്. ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൽ ചില ക്വാണ്ടിറ്റേറ്റീവ് ഞാൻ 1-2 എണ്ണം കൂടി കാണിച്ചിട്ട് ഈ ഏരിയ നിർത്താം. നോക്കൂ, ഒരു സ്ലൈഡ് വരുന്നുണ്ടേ. ടീച്ചർ പ്രൊഫൈൽ ആൻഡ് ക്വാളിറ്റി. ടീച്ചർ പ്രൊഫൈൽ ആൻഡ് ക്വാളിറ്റി. ആവറേജ് പെർസെന്റേജ് ഓഫ് ഫുൾ ടൈം ടീച്ചേഴ്സ് വിത്ത് PhD ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 5 years. നമ്പർ ഓഫ് ഫുൾ ടൈം ടീച്ചേഴ്സ് വിത്ത് PhD ഇയർ വൈസ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് 5 years നമ്മൾ ഡാറ്റ കൊടുക്കേണ്ടതാണ്. Number of full-time teachers in PhD, total number of full-time teachers. Formula percentage per year. ടീച്ചറുടെ ക്വാളിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ കോളേജിൽ ഫുൾ ടൈം ആയിട്ടുള്ള PhD ഉള്ള എത്ര ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ കോളേജിൽ ടോട്ടൽ എത്ര ഫുൾ ടൈം ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോ ടോട്ടൽ ഫുൾ ടൈം ടീച്ചേഴ്സ് 50, അതിൽ 25 പേര് PhD ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് 50% PhD ഉണ്ട്. അത് നിങ്ങൾ 16 മുതൽ 21 വരെയുള്ള കാലമാണ് MG കോളേജിനെ അസസ് ചെയ്യുന്നത്. 16-17 നിങ്ങളുടെ PhD പെർസെന്റേജ് എത്രയാണ്? 50 ആണ്. 17-18 എത്രയാണ്? അപ്പൊ 2 പേരും കൂടെ PhD എടുത്തു, അപ്പൊ 50 കൂടി. വീണ്ടും 17-18 അടുത്ത വർഷം എത്രയാണ്? 18-19 എത്രയാണ്? 16-17 50% PhD ഉണ്ടായിരുന്ന MG കോളേജ് ഇരിട്ടിയിൽ 20-21 വന്നപ്പോ എത്ര ആളുകൾ PhD എടുത്തിട്ടുണ്ട്? അത് അത്ര തന്നെ ഉള്ളൂ, അത്രയില്ല. PhD എടുത്ത 1-2 ആൾ റിട്ടയർ ചെയ്ത് പോയി. അത് 40%ലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രേഡ് താഴേക്ക് പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ PhD ഇല്ലാത്ത ആളുകളെ മുഴുവൻ പ്രോത്സാഹിപ്പിച്ച് PhD എടുപ്പിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ ഡാറ്റയുടെ കാര്യമാണ് പറയുന്നത്. ഡാറ്റ എങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് നമ്മളെ ക്വാളിറ്റി എന്നാണ്. ഇതേപോലെ തന്നെ അടുത്ത ചോദ്യം വരുന്നത്, എത്ര ടീച്ചേഴ്സ് ഉണ്ട്, ഒരു വർഷം ഈ ടീച്ചേഴ്സ് എല്ലാം കൂടി എത്ര പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. 16-17 ഈ റെപ്യൂട്ടഡ് ജേർണലിൽ എത്ര പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കള്ളം പറയാൻ നമുക്ക് പറ്റില്ല, കാരണം അതിന് ഡാറ്റ കൊടുക്കണം. അപ്പൊ ടോട്ടല് MGയിൽ 50 ടീച്ചേഴ്സ്, 50 പേരും കൂടെ ഒരാള് 2 പേപ്പർ വെച്ച് ഒരു വർഷം 100 പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ഡാറ്റ ഈസ് ഫോർ 2016-17. 17-18 എത്രയുണ്ട്? 18-19 എത്രയുണ്ട്? 19-20 എത്രയുണ്ട്? ഇങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞേ മതിയാവും. ആ മറുപടി അവർ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു, അതിനവർ സ്കോർ ഇടുന്നു.
ഇതാണ് ഇതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ സ്റ്റൈൽ ഞാൻ ഇനിയും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ 7 ക്രൈറ്റീരിയയുടെയും എല്ലാ ക്വാളിറ്റേറ്റീവ് മെട്രിക്സും എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് വരും നാളെ തൊട്ടുള്ള വർക്കിൽ ഇൻകോപ്പറേറ്റ് ചെയ്താൽ വളരെ ഈസിയാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഇനഫ് ആയിരിക്കും എന്ന്. ഞാനിങ്ങനെ ഈ സ്ലൈഡ് മാറ്റിപ്പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ചില കോളേജസിൽ നമ്മൾ ഇത് ഓരോന്നും കുറേ എക്സാമ്പിൾസ് പറയും. അവർക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ലേണിംഗ് റിസോഴ്സ്, അതിലൊക്കെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഇല്ല എന്നുള്ളതല്ല. നോക്കൂ, ഇപ്പൊ സ്ലൈഡ് നോക്കൂ. പെർസെന്റേജ് ഓഫ് ക്ലാസ് റൂം ആൻഡ് സെമിനാർ ഹാൾസ് വിത്ത് ICT enabled facilities such as smart class, LMS, etc. Number of classrooms and seminars halls with ICT facilities. അതിനൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് ക്ലാസ് റൂം വിത്ത് LCD, നമ്പർ ഓഫ് ക്ലാസ് റൂം വിത്ത് വൈഫൈ, നമ്പർ ഓഫ് സെമിനാർ ഹാൾ വിത്ത് ICT ഫെസിലിറ്റീസ്. അതിനൊരു സ്കോർ ഉണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇവർ ഇതിനെ അസസ് ചെയ്യുന്നത്. ലൈബ്രറിയിൽ അതേപോലുള്ള പുസ്തകങ്ങളെ കാര്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ 5, 6, 7, അഞ്ചാമത്തത് സ്റ്റുഡന്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ. അതിലും ഇതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ സ്കോളർഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പ്ലേസ്മെന്റ്, ആവറേജ് പെർസെന്റേജ് ഓഫ് പ്ലേസ്മെന്റ്. ഈ സ്ലൈഡ് ഒന്ന് നോക്കൂ, ഒരു മിനിറ്റ്. Average percentage of placement of outgoing student during the last 5 years. Number of outgoing students placed year-wise during the last 5 years. Data വേണം. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴാണ് നമുക്ക് കോളേജിൽ ഒരു നീഡ് ഉണ്ടാകുന്നത്. നമ്മൾ കുട്ടികളെ പാസ് ഔട്ട് ചെയ്ത് വിട്ടാൽ പോരാ, അവരെ കോണ്ടാക്ട് നമ്പർ വേണം, അവർക്ക് പ്ലേസ്മെന്റ് സെല്ല് വേണം. നമ്മളെ പ്ലേസ്മെന്റ് സെന്ററിൽ പ്ലേസ്മെന്റ് സെല്ലിൽ അവരുടെ പ്ലേസ്മെന്റിന്റെ ഡാറ്റ വേണം. ഇനി അവർ ഇവിടുന്ന് പോയിട്ട് വിവരം നമ്മുടെ കോളേജിൽ അറിയിക്കുന്നതിന്റെ ബാധ്യത ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം വേണം എന്നൊക്കെ നമുക്ക് ബോധ്യം വരിക ഇത് വായിക്കുമ്പോഴാണ്. ഇത് വായിക്കാതെ 21 നമ്മൾ ഇത് വായിക്കാൻ തുടങ്ങിയാൽ ഇത് നമുക്ക് റീബാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. കുട്ടികളെ ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അലുമിനിയെ ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ പോവാണ് ഇതിൽ നിന്ന്. കാരണം പിന്നെ അലുമിനി കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 years ഇൻ ലാക്സിലാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ 5 lakhs, 4 lakh to 5 lakh, ഗ്രേറ്റർ ദാൻ 5 lakhs, 4 lakhs to 5 lakhs, 3 to 4, 1 lakh to 3 lakhs, ലെസ് ദാൻ 1 lakh. ഒരു ചോദ്യമാണ്. അലുമിനി കോൺട്രിബ്യൂഷൻ ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 years INR നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സ്കോർ ഉണ്ട്, ഇല്ലെങ്കിൽ അതിന് സ്കോർ ഇല്ല. അതിന് പകരം വേറെ ഒരു സാധനം ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇത് മെഷർ ചെയ്യുന്നത്. ആ സ്ലൈഡ് കാണണമെന്നില്ല, ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇത്തരത്തില് ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ട് 7 ക്രൈറ്റീരിയന്റെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് ഈ AQARൽ തന്നെ സെയിം 7 ക്രൈറ്റീരിയയാണ് വരുന്നത്. അത് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് IIQA കൊടുക്കുക, 2 IIQA കൊടുത്താൽ വിത്തിൻ 45 days SSR സബ്മിറ്റ് ചെയ്യുക. ആ SSR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 ക്രൈറ്റീരിയയില് നേരത്തെ പറഞ്ഞ 96 ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള മെട്രിക്സ് നമ്മൾ ഫില്ല് ചെയ്യണം. ആ മെട്രിക്സിലാണ് 5 വർഷം കോളേജ് നടത്തിയ പ്രവർത്തനങ്ങളെ കൃത്യമായി നമ്മൾ അവതരിപ്പിക്കുന്നത്. ആ എല്ലാ ഡാറ്റ റിസോഴ്സും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് സിസ്റ്റം തുറന്ന് ഇരുന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് പോകാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. മൂന്നാമത്തത് ഡാറ്റ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. സ്ലൈഡ് എനിക്ക് കാണാത്തതാണോ അതോ നിങ്ങൾക്കും കിട്ടിയിട്ടില്ലല്ലോ? വന്നു സർ, വന്നു. ഡാറ്റ വാലിഡേഷൻ പ്രോസസ് ഡൺ ബൈ NAAC ഓൺ ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സ് QNM ഇൻ SSR. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 96 ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെട്രിക്സ് മുഴുവൻ
ഈ DVV പ്രോസസ്സിൽ അവർ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു, ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വേറെ അവരുദ്ദേശിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ട് ഇതിൽ വരുന്ന QNM മുഴുവൻ അവർ ഇവാലുവേറ്റ് ചെയ്യും. QNM ഇവാലുവേറ്റ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. കാരണം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെ എത്ര ടീച്ചേഴ്സ്, അതിലെത്ര PhD, അതിന്റെ പെർസെന്റേജ് എത്ര എന്നാണ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. MG കോളേജ് ഇരിട്ടിയിൽ 65% PhD ടീച്ചേഴ്സിന്റെ പെർസെന്റേജ് എന്ന്. അത് നമ്മൾ പറഞ്ഞാൽ 64 ആണെന്ന് ഈ ടീമിന് പറയാൻ പറ്റില്ല. 65% ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോളേജിന് ഇന്ത്യയിലുള്ള എല്ലാ കോളേജിലും ഒരു സ്കോറാണ് കൊടുക്കുക. ആ സ്കോർ നമുക്ക് കിട്ടും. അത് അവർക്ക് ഇടാമല്ലോ. ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കുകയും ചെയ്യാം. 65-ന് എത്രയാണ് സ്കോർ, ആ സ്കോർ ഇരിട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ, ആ സ്കോർ ഷീറ്റ് അവർ തരും ചെയ്യും. ഇത്രയും ട്രാൻസ്പെറന്റ് ആണ്. ദെൻ requirement of at least 30% of quantitative metrics in DVV process for peer team visit. ഈ ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തത് 100 മാർക്കിനുള്ള ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സ് ആണെങ്കിൽ അതിൽ 30 സ്കോർ കിട്ടിയെങ്കിൽ മാത്രമേ പിയർ ടീം വിസിറ്റിന് പറ്റുള്ളൂ. ഇത് ഈ DVV പ്രോസസ്സ് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നമ്മളെ അറിയിക്കും. നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ക്വാണ്ടിറ്റേറ്റീവ് മാട്രിക്സിൽ ഞങ്ങൾ വാല്യൂ ചെയ്തു, നിങ്ങൾക്ക് 100-ൽ കിട്ടിയിരിക്കുന്ന സ്കോർ 31 ആണ്, അതുകൊണ്ട് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് 100-ൽ കിട്ടിയ സ്കോർ 29 ആണ്, തീർന്നു. If does not clear the pre-qualifier stage, apply a fresh IIQA after 6 months. എന്ന് പറഞ്ഞാൽ ആ 29 സ്കോർ ആണ് 100-ൽ കിട്ടിയെച്ചാല് നിങ്ങൾ 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും 25,000 ഉറുപ്പികയും GSTയും കൊടുത്തിട്ട് IIQA സബ്മിറ്റ് ചെയ്യണം. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതാണ് മൂന്നാമത്തെ പ്രോസസ്സ്. 1 IIQA, 2 SSR, 3 DVV കഴിഞ്ഞു. 4ാമത്തെ പ്രോസസ്സാണ് ഇനി അടുത്ത സ്ലൈഡ് വരുന്നത്. അതിൽ സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അഥവാ SSS എന്നാണ് പറയുന്നത്. ഇതെന്താന്ന് ചോദിച്ചാല് സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ സൈമൾട്ടേനിയസ്ലി വിത്ത് DVV പ്രോസസ്. നമ്മൾ ഈ DVV പ്രോസസ്സ് നടക്കുന്ന അതേ സമയം തന്നെ സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയും നടത്തും. ഇത് ഇവർ ചെയ്യുന്നത് നമ്മളെടുത്ത് DVV ഡാറ്റ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെ കുട്ടികളുടെ ഡാറ്റ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യാനുണ്ട് അതിൽ. അതായത് ഓൺ ഗോയിങ് സ്റ്റുഡൻസ്, ജസ്റ്റ് പാസ് ഔട്ട് സ്റ്റുഡൻസ്, അവരുടെ പേര്, അവരുടെ ഇമെയിൽ ID, അവരുടെ ഫോൺ നമ്പർ എല്ലാം ഇവരെ ആദ്യം തന്നെ നമ്മളോട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. അതായത് കിട്ടും നിങ്ങൾക്ക്. അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സർവേ ഈ NAC ആണ് നടത്തുന്നത്. നമുക്കൊരു റിസ്ക്കും ഇല്ല. അവരൊരു ഏജൻസിയെ ഏൽപ്പിച്ച് കുട്ടികളെ കണക്ട് ചെയ്ത് അവർ നടത്തും. നമുക്കൊരു റിസ്ക്കും ഇല്ല. ആ ഇത് നടത്തിയതിനു ശേഷം അടുത്ത സ്റ്റേജിലേക്ക് അവർ പോവുള്ളൂ. സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ 20 ഒബ്ജക്റ്റീവ്, 1 subjective will be emailed to the students. Maximum 2 survey attempt അവർ നടത്തും. സ്ലൈഡ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു, ഇപ്പോൾ വരും. കോളേജിന് ഇപ്പോൾ വന്നു. കോളേജിന് റെസ്പോൺസ് ഷുഡ് ബി റിസീവ്ഡ് ഫ്രം അറ്റ്ലീസ്റ്റ് 10% of the student or 100 whichever is lesser. ഈ നമ്പറിൽ ഇനി പുതിയ ഗൈഡ് ലൈൻസിൽ വ്യത്യാസം ഉണ്ടോ എന്നറിയില്ല. ഏതാണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. 100 കുട്ടികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ സ്ട്രെങ്തിന്റെ 10% നിന്നോ ഈ സർവേ അവർക്ക് കിട്ടണം. അപ്പൊ എങ്ങനെ കിട്ടും? പേടിക്കണ്ട. ഇതുവരെ ചെയ്ത കോളേജുകൾക്കൊക്കെ അവരത് ചെയ്തിട്ടുണ്ട്. കാരണം പക്ഷെ ഇവിടെ നമ്മൾ അലർട്ടായിരിക്കണം. കുട്ടികളോട് നേരിട്ട് NAC ചോദിക്കുകയാണ്. ആ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റ്യനെയർ അവർക്ക് കൊടുക്കും, കുട്ടിക്ക് ഇമെയിലിൽ കൊടുക്കും, കുട്ടിയെ കിട്ടാത്ത അവർ വിളിക്കും. എന്തായാലും if the response rate is lower than the limit mentioned by the NAC, the metric will not be taken up for evaluation. അവരുദ്ദേശിക്കുന്ന അത്രയും റെസ്പോൺസ് കിട്ടിയില്ല എങ്കിൽ നമ്മളെ വാല്യുവേഷൻ പ്രോസസ് പിന്നെയും തടസ്സപ്പെടും. SSS will be completed within 1 month after its intimation. 1 മാസത്തിനുള്ളിൽ NAC ഈ കുട്ടികളുടെ അടുത്ത് ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അതിൽ ചെയ്യാവുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഇതിൽ പോകുന്നുണ്ടോ, അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല റെസ്പോൺസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതിന്റെ ഉള്ളില് നമ്മൾ വരികൾക്കിടയിൽ വായിക്കേണ്ട കേസ് എന്താണ്? നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു കുട്ടിയെ ഇറക്കി വിട്ടാലേ അവൻ നല്ല റെസ്പോൺസ് തരുള്ളൂ. ഓൺഗോയിങ് കുട്ടികളുടെ റെസ്പോൺസ് ഉണ്ടാവും. ഓൺഗോയിങ് കുട്ടികളാണെങ്കിലും പാസ് ഔട്ട് കുട്ടികളാണെങ്കിലും ഒരു സംശയമില്ല, അവരെന്ത് ചെയ്യണം? നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അത് നമ്മൾ NACന് വേണ്ടി പണ്ടത്തെ ടീം വിസിറ്റിൽ അവരുടെ ഒരു മീറ്റിംഗ് വിളിക്കുക, ഇന്ററാക്ഷൻ മീറ്റിംഗ്. ആ ഇന്ററാക്ഷൻ മീറ്റിംഗിൽ നമ്മൾ ആരെ ക്ഷണിക്കുക? നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ ക്ഷണിക്കുള്ളൂ. അലുമിനി ആണെങ്കിലും കുട്ടിയാണെങ്കിലും.
പക്ഷെ ഇവരങ്ങനെയല്ലല്ലോ ഈ സർവേ നടത്തുന്നത്. നമ്മൾ ടോട്ടൽ കുട്ടികളുടെ ഇമെയിൽ ഐ ഡി സാധനങ്ങളും നാക്കിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കമ്പ്യൂട്ടറാണ് റാൻഡം ആയിട്ട് ഈ കുട്ടികളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഏത് കുട്ടിക്കാ പോവാന്ന് നമുക്കറിയില്ല. എല്ലാ കുട്ടികളും നമുക്ക് അനുകൂലമായി പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ ഞാനിത് പേടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന്റെ പ്രൊസീജിയറാണ്. അപ്പൊ അതിൽ നമ്മൾ അലർട്ട് ആയിരിക്കണം. സാധാരണ കോളേജുകളൊക്കെ ചെയ്യുന്നത് ഈ മെയിൽ കിട്ടിയോ, ഇങ്ങനെ മെയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കുട്ടികളോട് പറയും. ആ മെയിൽ വന്നാൽ ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടി പറയും. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ട് അത് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യിക്കും. അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. എന്നാലും നമ്മൾ അതിൽ നല്ല കെയർ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ 4 പ്രോസസ്സ് കഴിഞ്ഞു. 2 പ്രോസസ്സും കൂടെ ബാക്കിയുണ്ട്. 5ാമത്തെ പ്രോസസ്സ് വിസിറ്റ് ആണ്. അപ്പൊ ഈ SSR സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ വാലിഡേഷനും അതേപോലെ തന്നെ സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയും കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ 30% സ്കോർ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ടെങ്കിൽ ആ ക്വാളിഫിക്കേഷൻ മറ്റതൊക്കെ നടക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിലേക്ക് പിയർ ടീം വിസിറ്റിനെ തീരുമാനിക്കും. വിത്തിൻ 3 months ആഫ്റ്റർ ദ ക്ലിയറൻസ് ഓഫ് പ്രീ ക്വാളിഫയർ സ്റ്റേജ്. പ്രീ ക്വാളിഫയർ നിങ്ങൾ ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്ന ആ ദിവസത്തിനു ശേഷം 3 മാസത്തിനുള്ളിൽ ടീം വിസിറ്റ് ചെയ്തിരിക്കും. ദ ക്വാളിറ്റേറ്റീവ് മെട്രിക്സ് വിൽ ബി റിവ്യൂഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ 4ാമത്തെ സ്റ്റേജിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള നമ്മൾ ഡാറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് കൊടുത്തത് മാത്രമാണ് അവർ വാല്യൂ ചെയ്യുന്നത് തേർഡ് പാർട്ടി. ഈ സ്റ്റേജിൽ പിയർ ടീം വിസിറ്റിൽ അവർ വാല്യൂ ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ആണ്. മറ്റത് അവർ വാല്യൂ ചെയ്യൂല. നമ്മളെ കോളേജിൽ എത്ര PhD-കാരുണ്ട്, എത്ര സ്റ്റാഫ് ഉണ്ട്, അതിന്റെ എണ്ണം ഒന്നും അവർ വെരിഫൈ ചെയ്യില്ല. മറിച്ച് 500 വാക്കിൽ നമ്മൾ എഴുതി കൊടുത്ത കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് QLM എന്ന് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് മാട്രിക്സ്. അതിനെ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ് ഇവർ ചെയ്യുക. ആസ് പെർ സൈസ് ആൻഡ് അക്കാഡമിക്സ് ഓഫറിംഗ് 2-3 days വിത്ത് 2-5 എക്സെഡ്. 2-3 ദിവസമായിരിക്കും വിസിറ്റ് ടീമിന്റെ ഡ്യൂറേഷൻ. 2 മുതൽ 3 വരെ. 2 മുതൽ 5 വരെ എക്സ്പെർട്ട് ഉണ്ടാകും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ കോളേജ്. സ്പെസിഫിക് ലിമിറ്റഡ് QLM വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഇൻടാൻജിബിൾ ആസ്പെക്ട്. ടാൻജിബിൾ അല്ലാത്ത ആസ്പെക്ട് കൃത്യമായി നോക്കാനാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ SSR-ൽ 500 വാക്കിൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ വിസിറ്റ് ടീം വരുന്ന സമയത്ത് കാണിക്കാനുള്ളതാണെന്നുള്ള ബോധം നമുക്കത് എഴുതുമ്പോൾ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി അവർ വരുമ്പോൾ അതാണ് ഫോക്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. HIS will not be responsible for logistics for visiting team. ടീമിന്റെ ഒരു കാര്യത്തിലും കോളേജിന് യാതൊരു ബാധ്യതയും ഇല്ല. അതാണ് അതിന്റെ സ്റ്റൈല്. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്പിറ്റാലിറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. ഇവരാരാ വരുന്നത് നമ്മൾ അറിയില്ല. ഈ ഡേറ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓൾ പേയ്മെന്റ്സ് ഡയറക്ട്ലി ടു NAC ബൈ NAC ടു പിയർ ടീം മെമ്പേഴ്സ്. നേരത്തെ നമ്മൾ ഇവിടുന്ന് ഒരു TE ഒക്കെ കൊടുത്തിരുന്നു, ഓതറൈസ്ഡ് തന്നെ. ഇപ്പൊ അതൊന്നുമില്ല. എല്ലാ പേയ്മെന്റ്സും അവർ കൊടുക്കും. നോ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ HE ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പിയർ ടീം. ഇങ്ങനെയാണ് ഈ ടീം വിസിറ്റ്. അവർ വരുന്നു, ഈ ക്വാളിറ്റേറ്റീവ് മാത്രം ഇൻസ്പെക്ട് ചെയ്യുന്നു, അവർ പോകുന്നു. ഇനി ഇതിന്റെ ഗ്രേഡിംഗ് 6ാമത്തെ സ്റ്റേജ്. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കോർ വിൽ ബി cumulation of score on the quantitative metrics 64%, student satisfaction survey 6%, quantitative metrics 30%. ഏറ്റവും ലേറ്റസ്റ്റിൽ ചെറിയ ഡിഫറൻസ് വരാൻ സാധ്യത വളരെ കുറവാണുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്റിമേറ്റ് ചെയ്യും. അതായത് നമ്മൾ നേരത്തെ അയച്ചു കൊടുക്കുന്ന ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് 100-ൽ 64 മാർക്ക്, കുട്ടിയുടെ സർവേക്ക് 6 മാർക്ക്, അങ്ങനെ 64-ഉം 6-ഉം 70% മാർക്ക്. അതാണ്. അതെല്ലാം പ്യുവർ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. പിന്നെ പിയർ ടീം വിസിറ്റ് ടീം വരുമ്പോൾ അവരിടുന്ന 30 മാർക്കും. അങ്ങനെ ടോട്ടൽ 100, 1000-ൽ 1000 മാർക്ക്. അതാണ് 100-ൽ 100 മാർക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സ്കോറിങ്ങിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഈ സ്കോറിൽ നമുക്ക് 1000-ൽ എത്ര സ്കോർ കിട്ടുന്നു, ആ സ്കോറിനെ നമ്മൾ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പോ സെമസ്റ്ററിൽ CGPA SGPA എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കൃത്യമായി സ്ലൈഡ് ഇപ്പൊ കാണാം. ക്വാണ്ടിറ്റേറ്റീവ് മെട്രിക്സിൽ 64%, സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ 6, ക്വാളിറ്റേറ്റീവില് 30%. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രേഡിലേക്ക് നമ്മൾ പോകും. അതിനെ കൃത്യമായി CGPA-ലേക്ക് കൺവേർട്ട് ചെയ്യും. മാക്സിമം CGPA 4 ആണ്. 4 ആണെങ്കിൽ 4-ൽ നമുക്ക് 3.51 മുതൽ A++ ആണ്. 3.26 മുതൽ 3.5 വരെ A+ ആണ്.
ഫറൂഖ് കോളേജ് ഒക്കെ കിടക്കുന്നത് A+ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ദേവഗിരിക്ക് A+ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. 3.01 to 3.25A, 2.76 3B+, 2.51 2.75 B+, B++, B, C, D. D ആണെങ്കിൽ നോട്ട് അക്രഡിറ്റഡ്. ഇതാണ് പുതിയ ഗ്രേഡിംഗ് സിസ്റ്റം. അക്രഡിറ്റേഷൻ ടെന്യൂർ 5 വർഷമാണ്. Consecutive highest grade in the previous 2 cycles continuing in the 3rd cycle eligible for accreditation കിട്ടിക്കഴിഞ്ഞാൽ 3ാമത്തെ അക്രഡിറ്റേഷന് നമുക്ക് 7 വർഷം വരെ ടെന്യൂർ കിട്ടും. പിന്നെ റീഅസസ്മെന്റും ഇംപ്രൂവ്മെന്റും അപ്പീൽ സിസ്റ്റം ഒക്കെ ഇതിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ 6 പ്രോസസ് എന്ന് പറയുന്നത്. Now it is 3:45. ഇത് ഞാൻ വളരെ ചുരുക്കിയിട്ട് നിങ്ങൾ ഈ പുതിയ മെത്തഡോളജി പരിചയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെങ്കിലും ഈ ഡിസൈൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു അലേർട്ട്നെസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി നടത്തേണ്ടത് ഒരു ഏരിയയിൽ മാത്രമാണ്. ഞാൻ 1ാമത്തെ ഏരിയ പറഞ്ഞത് IIQA ആണ്. അത് പ്രിൻസിപ്പലും IQAC കോർഡിനേറ്ററും കൂടെ ചെയ്യേണ്ട 2 പേജുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അത് അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിനകം ആ കാര്യം കിട്ടും. പക്ഷെ 10 ദിവസത്തിനകം കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ 45 ഡേയ്സ് 7 ക്രൈറ്റീരിയയിൽ 96 കീ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള മാട്രിക്സ് വെച്ചിട്ടുള്ള QLM-ഉം QNM-ഉം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കോളേജിന്റെ ജോലി എന്ന് പറയുന്നത്. അവിടെയുള്ള ഓരോ മൺതരിക്കും അതിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും. ആ പ്രോസസ്സിലാണ് ഇനി നെക്സ്റ്റ് നാക് ഓറിയന്റേഷൻ നടത്തേണ്ടത്. നിങ്ങൾക്ക് തന്നെ നടത്താവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു എക്സ്പെർട്ടിനെ കൊണ്ടുവരാവുന്നതാണ്. എൻ്റെ സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കൂടിയിരുന്നിട്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സിൽ നാക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ അത് ഇതേപോലൊരു സെമിനാറിന് വിധേയമാക്കിയാൽ നിങ്ങൾക്ക് തുടർ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. അത്രയും ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, നിങ്ങൾക്ക് SSR കൊടുക്കാം. SSR കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റ വാലിഡേഷൻ പ്രോസസ്സ് ബാംഗ്ലൂർ വെച്ച് നടക്കും. 30% മാർക്ക് കിട്ടിയാൽ പിയർ ടീമിന് നിങ്ങളോട് ഇന്റിമേറ്റ് ചെയ്യും. അതിനിടയിൽ അവർ കുട്ടികളുടെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തും. പിയർ ടീം വിസിറ്റ് വരും, അവരെ സ്വീകരിക്കുക, കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ഗ്രേഡ് കിട്ടും. എത്ര എളുപ്പം നോക്കൂ പ്രോഗ്രാം. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്, നിങ്ങളെ ഇന്ററാക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്തതിനേക്കാളും വലിയൊരു ജോലിയാണ്. 2ാമത്തെ പ്രോസസ് ഞാൻ പറഞ്ഞു SSR പ്രിപ്പറേഷൻ ആണ്. അതിൽ QNM-ഉം QLM-ഉം പഠിച്ച് നിങ്ങളുടെ കോളേജിനെ അത് എങ്ങനെ ഏറ്റവും നന്നാക്കാം എന്നതിനെ കുറിച്ചുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകണം. ദാറ്റ് ഈസ് ദ ടാസ്ക് ഫോർ യു. 1-2 കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കാം ഇന്ററാക്ഷന് മുമ്പ്. ഒന്ന്, ദിസ് ഈസ് നോട്ട് എ സിംഗിൾ വർക്ക്. ഒരു സിംഗിൾ വർക്ക് മുമ്പത്തെ നാക്കിൽ കഴിയുമായിരുന്നു. ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചില കോളേജുകളൊക്കെ എങ്ങനെയാണ് പണ്ട് നാക് റിപ്പോർട്ട് കൊടുത്തിരുന്നത്, ആരായിരുന്നു അത് കൊടുത്തിരുന്നത്, ആരെല്ലാമായിരുന്നു അതിൽ സഹായിച്ചിരുന്നത്, കോളേജിലെ എത്ര ടീച്ചേഴ്സ്, ഒരു ടീച്ചർ പോലും ചില ടീച്ചേഴ്സ് ഒന്നും അറിയാതെ തന്നെ നാക്കിന്റെ റിപ്പോർട്ട് പോയിട്ടുണ്ടാകും. നല്ല ഗ്രേഡ് ഒരു പക്ഷേ കോളേജിന് കിട്ടിയിട്ടുണ്ടാകും. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ. പക്ഷേ ആ കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാണ്. ഒരാൾ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. എന്തെങ്കിലും ഇനി നിങ്ങൾ ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ഫ്രൂട്ട്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ 96 മാട്രിക്സ് എല്ലാ അധ്യാപകരും വായിച്ചിരിക്കണം. ഒരു സംശയവും അതിലില്ല. അപ്പൊ ആ ഒരു കാര്യത്തെ നിങ്ങളെ അലർട്ടാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അതേപോലെ തന്നെ നമ്മളെ കുട്ടികളുടെ ഫീഡ്ബാക്കും സർവേയും 2ആണ് കേട്ടോ. നേരത്തെ അജയ് ടീച്ചർ ചോദിച്ചു ഫീഡ്ബാക്ക് എത്രത്തോളം കിട്ടണം എന്നുള്ളത്. ഈ സർവേ എന്ന് പറയുന്നത് നാക് ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് നമ്മളെ പഠിച്ചു പോയതും ഇപ്പോൾ പഠിക്കുന്നതുമായ കുട്ടികളുടെ അടുത്ത് അവരെടുക്കുന്ന ഫീഡ്ബാക്കാണ്, സർവേ ആണ്. നമ്മുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓരോ വർഷവും നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ അടുത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഫീഡ്ബാക്കാണ്. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇതിൽ എന്തെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, ഞാൻ ഒന്നും ക്രിയേറ്റീവായിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും തമാശ പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഈ ഡിസൈൻ നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങളുടെ ഇന്ററാക്ഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത സെഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല എടുക്കുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുക. ഓക്കെ,
സലിം സാറേ, ഒരു സംശയം. നമ്മൾ SSS കുറിച്ച് പറഞ്ഞല്ലോ, സാറ്റിസ്ഫാക്ഷൻ സർവേ. എങ്ങനെ? SSS കുറിച്ച് പറഞ്ഞല്ലോ, സ്റ്റുഡന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ഓക്കെ. അതിപ്പം സാറ് പറഞ്ഞപ്പോൾ അത് നാക്ക് ഫൈനൽ സ്റ്റേജിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷന്റെ പുതിയ ഓൺലൈൻ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് കമ്പോണന്റ് ഫില്ല് ചെയ്യുന്നെടുക്കുക വെദർ SSS ഡൺ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കാണുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യം ആനുവലി കോളേജ് എന്നുള്ള നിലക്ക് സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ സർവേ എടുക്കാൻ വേണ്ടി ആലോചിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്റ്റേജിൽ അത് നാക്ക് എടുക്കുന്നതാണെങ്കിൽ നമ്മൾ ആനുവലി നമ്മുടെ കോളേജ് എന്ന രീതിയിൽ ഈ SSS നടത്തേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു മിനിറ്റ്, അത് ഞാനൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നും കൂടെ സംശയങ്ങൾ ചോദിക്കുന്ന സമയമാണ്. എല്ലാവരും അവരുടെ ഡൗട്ട്സുകൾ ഉണ്ട്, ക്ലിയർ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഹലോ അജിത ടീച്ചർ. ഹലോ ടീച്ചർ പറയൂ. എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണം. എല്ലാവരും മാഷ് പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക. അത് നടന്നു പോകുമെന്നുള്ള ഒരു ധാരണയില്ലാതെ എല്ലാവരും ഇതിന്റെ പങ്കാളിയായി എല്ലാവരും ഇതിന്റെ അറിവുള്ളവരായി മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് ക്ലിയർ ചെയ്ത് പോവാം. തുടർ ഇതുപോലെയുള്ള പരിപാടികൾ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പം സാറ് പ്രസന്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഉള്ള ഡൗട്ട് ചോദിക്കാവുന്നതാണ്. സലീം സാർ, ഒരു ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ സാർ? സലീം സാർ, ഹലോ. ചോദിക്കാം, ഞാൻ കേൾക്കുന്നുണ്ട്. സാർ, നമ്മൾ ഓരോ വർഷവും അക്കാദമിക് ഓഡിറ്റ് ഇന്റേണലും എക്സ്റ്റേണലും നടത്തണം. അത് ഇവിടെ എവിടെയാ അതിന്റെ റിലവൻസ് വരുന്നത്? സാറിന്റെ ഈ ടോക്കില് അങ്ങനെ ഒരു ഏരിയ സാർ പറഞ്ഞത് കണ്ടില്ല, ഈ അക്കാദമിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇതിലിപ്പം നമ്മളെ നാക്കിന്റെ ഈ ഒരു ഇതില് അക്കാഡമിക് ഓഡിറ്റ് എന്നുള്ളൊരു വാക്ക് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ QLM പോകുന്ന സമയത്ത് ആ അക്കാഡമിക് ഓഡിറ്റ് നടത്തുന്ന കമ്പണൻസ് ഇതിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ വേർഡ് പറയുന്നില്ല എന്നേ ഉള്ളൂ. സാർ, ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ഈ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുമ്പോൾ നേരത്തെയൊക്കെ ഫീഡ്ബാക്ക് ഫോം കൊടുത്തിട്ട് കുട്ടികളുടെ അത് ഫില്ല് ചെയ്ത് വാങ്ങിക്കുകയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ഗൂഗിൾ ഫോമോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഫോം ഉണ്ടോ? അതോ ഓരോ കോളേജുകൾക്കും അവരുടേതായിട്ടുള്ള ഫോംസ് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? ഒരു മിനിറ്റ് കേട്ടോ. ആ സാർ. ഓക്കെ മിസ്സേ, പറഞ്ഞത് പിന്നെ ഈ രണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ സംഗതി? അത് സാറേ, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കോളേജിൽ നിന്ന് തന്നെ ഒരു ഫീഡ്ബാക്ക് ഫോം കൊടുക്കുന്നു, കുട്ടികളുടെ നിന്ന് അത് ഫില്ല് ചെയ്ത് വാങ്ങിച്ച് ഫയൽ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ നമ്മൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ടിനകത്ത് കൊടുക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ അത് അതുപോലെ തന്നെയാണോ, അതോ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഗൂഗിൾ ഫോമോ മറ്റോ ഉണ്ടോ ഇപ്പം? ഇതില് അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മള് നോർമലി ഇതിന്റെ ഈ പറയുന്ന ഓൺലൈൻ SSR ഉണ്ടല്ലോ, ഈ SSRന്റെ ഫോർമാറ്റ് വെബ്സൈറ്റിൽ പോർട്ടലിൽ അവൈലബിൾ ആണ്. ഇതില് ഫീഡ്ബാക്കിൽ കൊടുക്കേണ്ട ഫോർമാറ്റുകളും കാര്യങ്ങളും കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. അത് എക്സൽ ഫോമിലാണുള്ളത്, ഗൂഗിൾ ഫോം അല്ല. എക്സൽ ഫോർമാറ്റിലുണ്ട്, അല്ലാതെയും ഉണ്ട്. അതിൽ ഈ ഫീഡ്ബാക്ക് ഫോം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫീഡ്ബാക്ക് ഫോം എടുത്തിട്ട് അതിൽ നമ്മൾ ഫീഡ്ബാക്ക് വാങ്ങുക. ഈ രണ്ടാമത് പിന്നെ പറഞ്ഞ SSS എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് നമ്മളല്ല കൈകാര്യം ചെയ്യുന്നത്, നാക്ക് തന്നെയാണ്. അതിന്റെ ഫോർമാറ്റ് 20 ക്വസ്റ്റ്യൻ അവർ തീരുമാനിച്ചിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുത്തിട്ട് അവരെടുക്കുക തന്നെയാണ്.
നമ്മളെ ഫീഡ്ബാക്ക് പല സ്ഥലത്ത് പറയുന്നത് ജനറൽ ഫീഡ്ബാക്ക് ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഫീഡ്ബാക്ക് ഫോം ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. ഇതിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു QNMലോ ആണെങ്കിൽ ആ QNM സബ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സെക്ഷൻ ബി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോംസ് കൊടുത്തിട്ടുണ്ട്. ആ ഫോം നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്യുന്നു. അത് എക്സൽ ഷീറ്റിലാണെങ്കിൽ എക്സൽ ഷീറ്റ് ആയിട്ട് ആ എക്സൽ ഷീറ്റിൽ നമ്മൾ ഈ ഡാറ്റ രേഖപ്പെടുത്തിയിട്ട് അത് ഈ QNMന്റെ കൂടെ അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഈ SSR ചെയ്യുന്ന സമയത്ത് ഓൺലൈനായിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ SSRന്റെ ഓരോ QNMലേക്കും നമ്മൾ പരിചയപ്പെട്ടു പോയാല് ഏതൊക്കെ സ്ഥലത്ത് ചോദിക്കുന്ന ഫീഡ്ബാക്കിന് ഏത് ടൈപ്പിലുള്ള ഫോമാണ്. സ്പെസിഫിക് ഫോം NAC പറയുന്നുണ്ടെങ്കിൽ ആ ഫോം ആ QNM മെത്തഡോളജി തന്നെ തരും. അല്ലെങ്കിൽ മിസ് പറഞ്ഞ പോലെയുള്ള അല്ലാത്തൊരു കാര്യം നമ്മൾ പറയാൻ ഞങ്ങള് ഇതിന് സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന രീതിയിൽ ഫീഡ്ബാക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയാനുള്ള ഫീഡ്ബാക്ക് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഈ മാട്രിക്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പൊ ആ മാട്രിക്സ് മുഴുവൻ ഈ 96 മാട്രിക്സ് വായിച്ചു വരുമ്പോഴേ അതിനെക്കുറിച്ച് നല്ല ധാരണ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ ഒരു സംശയം അതിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ സാർ. അതുപോലെ വേറൊന്ന്, നമ്മളിപ്പോ ഈ സ്റ്റുഡന്റ് സർവേ അത് എടുക്കുന്ന സമയം അവര് എടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പം പണ്ട് ഒരു 5 വർഷം മുമ്പ്, അതായത് ഫസ്റ്റ് ബാച്ച് പോകുന്ന സമയത്ത്, 5 വർഷം മുമ്പുള്ള ഫസ്റ്റ് ബാച്ച് പോകുന്ന സമയത്തുള്ള ആ കുട്ടികളുടെ എല്ലാം ഇമെയിലിലേക്ക് അവരിപ്പോൾ അയച്ചു കഴിഞ്ഞാല് ഒരു പക്ഷേ ഇതിൽ കുറെ കുട്ടികളൊക്കെ അൺഅവൈലബിൾ ആയിരിക്കുമല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും പെർസെന്റേജ് ഉണ്ടോ? ഇത്ര ശതമാനം തിരിച്ചവർക്ക് കിട്ടണം. അത് അവരെ റിസ്ക് ആണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിൽ അവർക്ക് 10% അല്ലെങ്കിൽ പിന്നെ 100, അതിനൊരു കണക്കുണ്ട് നമ്മളെ സ്ട്രെങ്തിന്റെ. അത് അവരെ അഷ്യൂർ ചെയ്യും. നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട. പിന്നെ കുറെ പിറകിലുള്ള കുട്ടികൾക്ക് അവരെ അയക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോ പഠിക്കുന്ന കുട്ടികള്, ജസ്റ്റ് പാസ് ഔട്ട് ചെയ്ത കുട്ടികള് ഇത്ര ഡീറ്റെയിൽസ് അവർ പഴയ ഇതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നമ്മള് കുട്ടികളുടെ ഡാറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റയിൽ നിന്നാണ് അവർ കുട്ടികൾക്ക് ഇത് അയക്കുന്നത്. അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റ നമ്മളെടുത്തുണ്ടല്ലോ. ഏത് വർഷത്തെ കുട്ടികളാണ് അവർ ചോദിക്കുന്നത്, ആ കുട്ടികളുടെ ഡാറ്റ നമ്മളാണ് എക്സൽ ഷീറ്റിൽ അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും. ആ കൊടുത്ത കുട്ടികളെ കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അവർക്ക് ഈ സർവേ ഫോം വരും എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ അതിലുള്ള കുറെ കുട്ടികളെ നമുക്ക് കണക്ട് ചെയ്യാനും അവരെ കോൺസ്റ്റന്റ് വേണമെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് നിലനിർത്താനൊക്കെ സാധിക്കും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു സർ. അപ്പൊ അവിടേക്ക് ഞാൻ ഒരുപാട് ചെയ്യാം. ഇതിനൊക്കെ നമുക്ക് എന്തുണ്ടാക്കണം? ഇപ്പൊ തന്നെ ഇപ്പം ഈ നിങ്ങൾ 21 ഇപ്പൊ 20 ഇതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണെന്ന് വെച്ചാൽ 20 മുതൽക്കെങ്കിലും ഈ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ ഒന്നും കുട്ടികൾ നിന്നോളുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ടെന്നും അതിനൊരു സർവേ സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ അവെയർ ചെയ്യിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് സാധിക്കും ഒരു പരിധി വരെ. പറയൂ സർ. ഒരു ഡൗട്ട് കൂടി ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡോക്യുമെന്റേഷൻ വർക്ക് ഉണ്ടല്ലോ, അത് നേരത്തെ സാർ പറഞ്ഞതുപോലെ പലപ്പോഴും ബ്രോഷർ, നോട്ടീസ്, കുട്ടികളുടെ പാർട്ടിസിപ്പൻസിന്റെ സിഗ്നേച്ചർ, ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യാറ്. അപ്പം ആ ഒരു ഡോക്യുമെന്റേഷൻ വർക്കിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അത് കൂടാതെ വേറെ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? നല്ല ചോദ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിലൂടെ ഇത് ശരിക്കും ഈ സംശയം മാറണമെന്നുണ്ടെങ്കിൽ ഞാന് അഫിലിയേറ്റഡ് കോളേജിന്റെ SSRലെ ക്രൈറ്റീരിയൻ 1ലെ കീ ഇൻഡിക്കേറ്റേഴ്സിലെ ആദ്യത്തെ മെട്രിക്സ് എടുക്കണം. ആദ്യത്തെ മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സിൽ എന്താണ് ചോദിക്കുന്നത്, അതിന്റെ താഴെ സെക്ഷൻ ബിയിൽ എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സ് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ഇതുവരെ ഡോക്യുമെന്റ് ചെയ്ത പല കാര്യങ്ങളും എടുത്ത് വേസ്റ്റ് ബോക്സിലിടും. എന്നിട്ട് അല്ലെങ്കിൽ ആ സാധനത്തെ ഈ പറഞ്ഞ ഡോക്യുമെന്റേഷനിലേക്ക് മാറും. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആസ്പെക്ട്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ കോളേജിൽ IQACയുടെ കീഴിൽ ചേർന്നിരുന്നിട്ട് ഈ പറയുന്ന ഈ 96 ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെട്രിക്സും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ട പ്രോഗ്രാംസ് എന്താണ്, ആ പ്രോഗ്രാംസിന് എന്ത് രീതിയിലുള്ള ഡാറ്റയാണ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്, വെദർ ഇറ്റ് ഈസ് ഇൻ എക്സൽ ഫോർമാറ്റ്, whether it is in JPEG picture, whether it is in small video, whether it is in 500 explanatory words, qualitative words, ഇതൊക്കെ അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് എല്ലാവരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മിസ് പറഞ്ഞ ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിന് നമുക്ക് കോളേജിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഉണ്ടാക്കി വെച്ചതൊന്നും അത് കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് വായിച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ 2 ജോലി ഇല്ല. ചിലപ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത്
ഈ മെട്രിക്സിലുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷന് സാധ്യത ഉണ്ടാകും. പ്രോഗ്രാം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പിന്നെ തിരിച്ച് റിട്രീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് IQAC ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന ഈ മെട്രിക്സ് വായിക്കണം. ഞങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇത് IQAC തന്നെ പ്രിന്റ് എടുത്തിട്ട് ഈ ചോദ്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ ഫോർമാറ്റ് പ്രിന്റ് എടുത്തിട്ട് 7 ക്രൈറ്റീരിയന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതില് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ മാട്രിക്സ് ഓരോരുത്തർക്കും കൊടുക്കും. എന്നിട്ട് അത് വായിച്ച് അതിനുള്ള ഡമ്മി ആൻസർ ചെയ്യാൻ വേണ്ടി പറയും. ഡമ്മി ആൻസർ ചെയ്ത് ആ ഗ്രൂപ്പ് കൂടിയിരുന്നിട്ട് ആ ആൻസർ അതിന് ആപ്റ്റ് ആണോ, ഇങ്ങനെ ഇതിന് ആൻസർ ചെയ്താൽ ഇന്ന ഡാറ്റ കൊടുത്താൽ ഇരിക്കുന്ന എത്ര സ്കോർ നമുക്ക് കിട്ടും. അപ്പൊ 10 നമുക്ക് 5 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ 10 5 സ്കോർ 8 ആക്കാൻ നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടിങ്ങിനെയും ഈ സാധനത്തെയും ഒന്നുകൂടി എങ്ങനെ മെച്ചപ്പെടുത്താം, അങ്ങനെ കടഞ്ഞ് എടുത്തിട്ടാണ് ഈ ഉയർന്ന സ്കോർ കിട്ടുന്ന കോളേജുകൾ അത് ചെയ്യുന്നത്. അപ്പൊ അതിന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് മിസ് ചോദിച്ചത്. ഈ ഒരു അടുത്ത സെഷൻ നിങ്ങൾ നടത്തണം, ഗ്രൂപ്പ് വൈസ് നടക്കുകയാണ് നല്ലത്. ഓക്കെ, താങ്ക് യു സർ. സാറേ, അതുപോലെ നമ്മൾ ഈ രജിസ്റ്റേഴ്സ് എല്ലാം ഇങ്ങനെ എഴുതുന്ന ഒരു പ്രക്രിയ മാറ്റിയിട്ട് ഡിജിറ്റലായിട്ട്, അതായത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് മറ്റുണ്ടോ? അങ്ങനെയാണ് കുറെ നമുക്ക് ടൈമൊക്കെ സേവ് ചെയ്യാനോ? അത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നത്, ഈ പുതിയ മെത്തഡോളജി വന്നതിന് ശേഷം ഈ ഇത്തരം കുറെ ക്വാണ്ടിറ്റേറ്റീവ് 70% ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട് വന്നല്ലോ സാറ് സൂചിപ്പിച്ച പോലെ. ഈ 70% വന്നതോടുകൂടി ഇതിന് ഹോൾസെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഈ കൊടുക്കാവുന്ന സോഫ്റ്റ്വെയർ ടീമുകളുണ്ട്, ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട്. പക്ഷെ ഞാൻ അതിന് എന്ത് ചെയ്യില്ല, ആ സോഫ്റ്റ്വെയർ നല്ലതാണ് എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സീറ്റിൽ ഇരുന്നിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോഫ്റ്റ്വെയറിന് നമ്മൾ എതിരൊന്നുമല്ല. നമ്മൾ കോളേജിൽ അതിന് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു ടീം സ്പിരിറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. എന്റെയൊക്കെ ഒരു ശൈലി എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ഹ്യൂമാനിറ്റീസുകാരനാണ്, ഹിസ്റ്ററി, സോഷ്യോളജി, സൈക്കോളജി, ഇതാണ് എന്റെ PGs. ഞാൻ പക്ഷേ IT നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. എന്റെ ITയെ ഞാൻ തന്നെ പറയുന്നത് ഉഡായിപ്പ് IT എന്നാ പറയാം. തമാശയാണ്. എന്നാലും ഈ ഉഡായിപ്പ് IT എന്ന് പറഞ്ഞാല് വലിയ സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഗൂഗിളും പിന്നെ ഗൂഗിൾ ഫോമും ഗൂഗിൾ ഡ്രൈവും ഒക്കെ വെച്ചിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൈവറ്റ് ഗൂഗിൾ പോലുള്ള അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള സംഗതികൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പല വേർഷൻസ് ആയിട്ട് ആ സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ എക്സ്പെർട്ടൈസും കൂടെ ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായിരിക്കും നല്ലത്. സോഫ്റ്റ്വെയർ ഉണ്ട് മാർക്കറ്റിൽ, ഇഷ്ടം പോലെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. പ്രിൻസിപ്പൽമാർക്കൊക്കെ നിരവധി മെയിലുകൾ വരുന്നുണ്ടാവും. നമ്മൾ എന്ത് കാര്യങ്ങൾ ആ സോഫ്റ്റ്വെയറിൽ ചെയ്തു കഴിഞ്ഞാൽ അത് അതിലേക്ക് വരും. ഫൈനൽ ഈ പറഞ്ഞ നാക്കിന്റെ രീതിയിലുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന സോഫ്റ്റ്വെയർ ഈസ് അവൈലബിൾ ആണ്. ഓക്കെ സർ, താങ്ക് യു. സർ, ഒരു കാര്യം, ഈ സ്റ്റുഡന്റ് പ്ലേസ്മെന്റിന്റെ കാര്യം നമ്മൾ പറയുന്നുള്ളൂ സർ. അതില് ഈ സാധാരണ കുട്ടികളുടെ ഒരു അക്കാഡമിക് ജേണിന്റെ ഒരു ഭാഗം മാത്രമാണ് പ്രത്യേകിച്ച് ഡിഗ്രി. PG എന്ന് പറയുന്നത് ചിലപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവർ ജോലിയിലേക്ക് പോയേക്കാം. പക്ഷെ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ നേരെ PGയിലേക്കോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡിയിലേക്കൊക്കെയാണ് പോകുന്നത്. ആ കുട്ടികളെ വീണ്ടും ഫോളോ ചെയ്യേണ്ടതുണ്ടോ? അതല്ല അവർ ഹയർ സ്റ്റഡി ഓപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നത് അവിടെ നിർത്താൻ പറ്റുമോ? ഒന്നാമത്തത്. രണ്ടാമത്തത്, കുട്ടികളുടെ അക്കാഡമിക് എക്സലൻസ്, അതായത് റാങ്ക്, ആ രീതിയിലുള്ള ഹയർ ഗ്രേഡ്സ്, യൂണിവേഴ്സിറ്റി പെർഫോമൻസ്, ഇത് നമ്മളുടെ അക്രഡിറ്റേഷനിൽ ഏത് രീതിയിലാണ് പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞത്, അത് ഫോളോ ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു ടെന്യൂറിലെങ്കിലും ഫോളോ ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ 16 നിങ്ങൾ അക്രഡിറ്റേഷൻ കഴിഞ്ഞു, 16 ഒരു കുട്ടി അവിടുന്ന് പാസ് ഔട്ട് ആയി. ആ കുട്ടിയെ നമ്മൾ ആകെ ഫോളോ ചെയ്യുന്നത് 5 വർഷമല്ല, 21 വരെ 5 വർഷമാണ് ഫോളോ ചെയ്യുന്നത്. ഫോളോ ചെയ്യുന്നത് നല്ലതാണ്, പല അർത്ഥത്തിൽ നല്ലതാണ്. അലുമിനി ശാക്തീകരണമാണത്. അതോടൊപ്പം തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ. ഈ പ്ലേസ്മെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ രീതിയിലും പറയാമല്ല, ഹയർ സ്റ്റഡീസിന് അവൻ പ്ലേസ് ചെയ്യപ്പെടുന്നു. പിന്നെ കോളേജ് ആണല്ലോ, അതുകൊണ്ട് ഒരു ടെർമിനൽ സ്റ്റേജിലേക്കാണ് PG സ്റ്റുഡൻസ് വരുന്നത്. അപ്പൊ നമ്മളെല്ലാവരും PG കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലേസ്മെന്റ് ആവശ്യമാണല്ലോ. ഇന്ന പ്രൊഫഷണൽ കോഴ്സ് അല്ലാത്ത കുട്ടിയും പ്ലേസ് ചെയ്യപ്പെടില്ല. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് പ്രാപ്തനാക്കുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം. അപ്പൊ PG കഴിയുമ്പോൾ കുട്ടി ജീവിക്കാൻ പ്രാപ്തനാവുന്നു, എവിടെ അവൻ പ്ലേസ് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എടുക്കാം. രണ്ടാമത്തത്, കുട്ടിയുടെ മെറിറ്റ് ഉണ്ട്. അത് പിന്നെ മുഴുവനായിട്ട് എന്റെ മനസ്സിൽ ഓർമ്മയില്ല. കാരണം ഈ SSR ഞങ്ങളുടെ ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജിന് വേറെയാണ്, യൂണിവേഴ്സിറ്റിക്ക് വേറെയാണ്, അഫിലിയേറ്റഡ് കോളേജിന് വേറെയാണ്, ഓട്ടോണമസ് കോളേജിന് വേറെയാണ്. ഇനി ഇപ്പോ പുതിയതായിട്ട് അവര്
ഈ സാൻസ്ക്രിറ്റ് കോളേജ്, അറബിക് കോളേജ്, ഇവർക്കൊക്കെ വേറെ SSR വന്നിട്ടുണ്ട്. അപ്പൊ അതില് കുറെ SSRകൾ ഇതേപോലെ ക്ലാസ്സിന് വേണ്ടി ഞാൻ എടുത്തതുണ്ട്. ഈ ഇപ്പൊ ഈ അഫിലിയേറ്റഡ് കോളേജിന്റെ മാത്രം പുതിയത് ഏതൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരു കാര്യം ഷുവറാണ്, കുട്ടിയുടെ പെർഫോമൻസ് ഇതില് സ്കോർ ചെയ്യപ്പെടും. ഞാൻ വളരെ ചുരുങ്ങിയ മാട്രിക്സ് മാത്രമേ നിങ്ങളെ കാണിച്ചുള്ളൂ. അത് എന്തിനാന്ന് ചോദിച്ചാല് 2 കാര്യം ബോധ്യപ്പെടുത്താനാണ്. ഒന്ന്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പൊ സാറ് ചോദിച്ച ഈ ചോദ്യത്തിന് നിങ്ങളുടെ കോളേജിൽ 17-18 എത്ര കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി തലത്തില് ഈ ഹൈ മെറിറ്റ് കിട്ടിയിട്ടുണ്ട്? അതൊരു പക്ഷേ റാങ്കിന് നമ്മളെ പുതിയ സിസ്റ്റം എതിരാണെന്നുണ്ടെങ്കിൽ എത്ര കുട്ടികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതേപോലെയുള്ള എക്സ്ട്രാ ഇതായിട്ടുള്ള എക്സലൻസ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? അത് ടീച്ചേഴ്സിന്റെ കാര്യത്തിലും ചോദിക്കുന്നുണ്ട്. എക്സലന്റ് അവാർഡ്സ് വിൻ ചെയ്ത് നമ്മൾ UGC PBS ചോദിക്കുന്നുണ്ടല്ലോ, അവാർഡ്സ് ആൻഡ് ഫെലോഷിപ്പ്. അതേപോലെ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾ, മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾ, ഫെലോഷിപ്പ് കിട്ടിയ കുട്ടികൾ, ഇതിന്റെയൊക്കെ എണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും കുട്ടിയുടെ മെറിറ്റ് ഇതിൽ അളക്കപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഓക്കെ, താങ്ക് യു സർ. ഇതൊരു സിമ്പിൾ പ്രോസസ്സാണ് ഒരു തരത്തിൽ ഞാൻ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞാല്. അതായത് നമ്മള് ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടി നാഷണൽ അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്കിൽ അവര് വിഭാവന ചെയ്യുന്നത് എന്താണോ എന്നതിനെ കുറിച്ച് കോളേജിലെ എല്ലാ ആളുകൾക്കും കൃത്യമായ ധാരണ ഉണ്ടാവുക. എന്നിട്ട് നാക്കിന്റെ 5 കോർ വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാംസും അക്കാഡമിക്സും നമ്മൾ സംഘടിപ്പിക്കുക കോളേജിൽ. എന്നിട്ട് അത് അവരോട് പറയാൻ വേണ്ടി അവര് ഇവാലുവേഷന് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് പരിചയപ്പെടുക, അതനുസരിച്ച് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് പോവുക, അത് സബ്മിറ്റ് ചെയ്യുക, കഴിഞ്ഞു. നമ്മൾ സാധാരണ ഒരു സിമ്പിൾ എക്സാമിനേഷൻ സക്സസ് ട്രാക്ക് ഉണ്ടല്ലോ, എങ്ങനെയാ? കരിക്കുലം നമ്മളെ കയ്യിലുണ്ട്, അത് ട്രാൻസാക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത് പരീക്ഷ എങ്ങനെ നടത്തും എന്നുള്ളതാണ്. പരീക്ഷ എങ്ങനെ നടത്തുമ്പോൾ പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ സ്റ്റൈൽ എന്താണ്, ക്വസ്റ്റ്യന്റെ മോഡ് എന്താണ്, അത് ആദ്യം പഠിച്ചു വെക്കും. ഇങ്ങനെയാണ് ചോദിക്കുക, അങ്ങനെയാണ് ചോദിക്കുക, അതിന് ഇങ്ങനെ ആൻസർ ചെയ്താൽ ഇത്ര സ്കോർ കിട്ടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ മെത്തഡോളജി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടി 2 രീതിയിൽ അതിനെ കാണും. ഒന്ന്, ആ വിജ്ഞാനം ആർജിക്കാൻ വേണ്ടി ശ്രമിക്കും. രണ്ടാമത്തത്, ആർജിച്ച വിജ്ഞാനം ഏത് രീതിയിൽ ഞാൻ ഈ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എനിക്ക് നല്ല സ്കോർ കിട്ടുന്നുള്ളതോ മനസ്സിലാക്കിയാൽ നല്ല സ്കോർ ആ കുട്ടിക്ക് കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ പുതിയ മെത്തഡോളജി നിങ്ങൾ പരിചയപ്പെടുന്നത് കുറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അത് നല്ലപോലെ പരിചയപ്പെട്ട് കഴിയണം. നമ്മൾ വർക്ക് നിങ്ങൾ നല്ലപോലെ ചെയ്യുന്നുണ്ടാവും കോളേജിൽ. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിന്റെ രീതിയിലേക്ക് ആ വർക്കറെ കൊണ്ടുപോകണം. അവിടെയാണ് ഈ കൊളീജിയാലിറ്റി കോളേജിൽ വേണ്ടത്. അതൊരിക്കലും ഒരു പ്രിൻസിപ്പലോ IQAC കോർഡിനേറ്ററോ 1-2 ആളോ മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല എന്നുള്ളതാണ്. ഇത് എന്റെ കോളേജാണ്. ഈ കോളേജിന്റെ ഗ്രേഡിൽ ഒരാള് പഴയ പോലെ വിചാരിച്ചാൽ നടക്കില്ല എന്നും ഞാൻ എന്റെ കോൺട്രിബ്യൂഷൻ നൽകിയിരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് ഒരു സിന്തസിസ് ആണ് വേണ്ടത്. അവിടുന്ന് ഇങ്ങോട്ട് വരണം. ഫ്രം എന്താണ് സ്പെസിഫിക് ജനറൽ ടു സ്പെസിഫിക് അല്ല, സ്പെസിഫിക് ടു ജനറൽ നമ്മൾ പറയണ സിന്തസൈസ് പരിപാടി വേണം. എല്ലാ അധ്യാപകരും കൂടെ ചേർന്നിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ ഇങ്ങോട്ട് ഒറ്റ സംഗതിയിലേക്ക് ISSRലേക്ക് വരണം. അതാണ് ഇതിന്റെ ബേസിക് സംഗതി എന്ന് പറയുന്നത്. വേറെ ഡിസ്കഷൻ ഉണ്ടോ? കുമാർ സാർ, നമുക്ക് എനിക്ക് തോന്നുന്നു കൺക്ലൂഡ് ചെയ്യാം. കാര്യം എന്ന് വെച്ചാല് ഇതില് കൂടുതൽ ഡിസ്കഷൻ വരിക ശരിക്ക് ഇതിൽ നിങ്ങൾ ഇനി ഒരു എക്സ്പെർട്ടൈസ് വേണ്ടത് ഈ ക്വാളിറ്റേറ്റീവ് മാട്രിക്സ് ഉണ്ടല്ലോ, QLM ഉം QNM ഉണ്ടല്ലോ, അതിനെ വിശകലനം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ ഉണ്ടാവുക. കാരണം ഒരാൾ പറയും, ഇപ്പൊ നമ്മള് ഈ കോളേജിലുള്ള ടീച്ചേഴ്സിന്റെ പെർഫോമൻസും ക്വാളിറ്റിയെ കുറിച്ച് ഈ മാട്രിക്സിൽ ഇങ്ങനെ എഴുതാം. വേറൊരാൾ പറയും അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത്രയും ഡാറ്റ വേണം എന്നുള്ള ആ തരത്തിലേക്ക് ആ ഡിസ്കഷൻ വന്നു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് അവിടെയാണ് കൂടുതൽ ചർച്ചകൾ വരിക. ഇപ്പോ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു മെത്തഡോളജി ആണ് ഇതിനുള്ളത് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടായി വരിക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. നിങ്ങൾ ആരും ബോധമില്ലാത്തവരാണെന്ന് ഞാൻ ഒരിക്കലും മീൻ ചെയ്തിട്ടില്ല. അത് കൃത്യമായി ആ ബോധത്തിലേക്ക് വരണമെങ്കിൽ ഇതിനെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കണം. ഈ ഫ്രെയിംവർക്കിനെ പഴയതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ഒരൊറ്റ മെസ്സേജ് ആണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അതിന് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാം. രണ്ടാമത്തെ മെസ്സേജ്, ഇതൊരു ജോയിന്റ് വർക്കാണ്. വെറും പലതരം വർക്കുകൾ നമ്മൾ കോളേജിൽ നടത്തും. 1
മാൻ ഷോ നടക്കും, അതും ചിലത് നടക്കും. വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാള് പിന്നെ അവിടെ ഉണ്ടെങ്കിൽ പല പരിപാടികളും നടക്കും. 1-2 ആളുകൾ ചേർന്ന ഒരു ക്ലിക്കിന്റെ വർക്ക് നടക്കും. 3-4 ആള് ചേർന്ന ഒരു ഗ്യാങ് വർക്ക് നടക്കും. 5-8-10 ചേരുന്ന ഒരു ഗ്രൂപ്പ് വർക്ക് നടക്കും. ഇവിടുന്നും അപ്പുറത്താണ് നാക്കിന്റെ വർക്കിന്റെ തലം എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പോ ഗ്യാങ്ങോ ക്ലിക്കോ അല്ല, കോളേജ്, ദ ഹോൾ കോളേജ് ഇറ്റ്സെൽഫ് ഇവിടെയാണ്. കാരണം എന്തിലും ഏതിലും ഇതിന്റെ സംഗതിയിലേക്ക് വന്നാല് ഇതൊക്കെ നല്ലതാണോ, ഈ ഫ്രെയിംവർക്കിന്റെ ക്വാളിറ്റി ആണോ, ഇത് ഇങ്ങനെയാണോ കോളേജിനെ വിലയിരുത്തേണ്ടത് എന്നുള്ള ചിന്തയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് വർക്ക് നിങ്ങൾ ഇതിന്റെ റിഫ്ലക്ഷൻ വെച്ചിട്ട് പ്ലാൻ ചെയ്യുക, അതനുസരിച്ച് പോവുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അജ ടീച്ചറെ, എന്നാൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഓക്കെ സാർ, വൈൻഡ് അപ്പ് ചെയ്യാന്നാല്. ഓക്കെ. സലീം സാറെ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിന് സുഖമുള്ള ഒരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ? അത് വേണോ? അതിനൊക്കെ ഇപ്പൊ ഈ വർത്താനം പറഞ്ഞിട്ട് ഒന്നാമത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ ഒരു പാട്ടും നല്ലതാണ്, എന്നാ അത് സുഖം ഉണ്ടാവും. മറ്റ് QLM എന്നെല്ലാം പറഞ്ഞാൽ ആളുകൾക്ക് കുറച്ച് എനിക്ക് താല്പര്യമുള്ള കേസാണ്. പക്ഷെ ഈ ക്ലാസ് അങ്ങനെ എടുത്തിട്ട് അത് എത്രത്തോളം ശരിയാവുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും പിന്നെ നമുക്ക് ഈ പ്ലെയിൻ അല്ലേ നോക്കാം. പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് മൂളാം. മതി. എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ, എങ്കിലും എന്നോ മലാൾക്ക് താമസിക്കാൻ എൻ കരളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാന മാലിനിയുടെ കൽപ്പടവിൽ കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. ഗാനലോകവീഥികളിൽ വേണുവൂതുമാട്ടിടയൻ പ്രാണസഖി വാ. സാറിന് നമ്മളെ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ശൈലി ഉണ്ടോന്ന് തോന്നുന്നു അതിന്റെ അകത്ത്. അതെ, കേറിയതാണ്. നിങ്ങള് ബാബുക്കാനെ ഓർക്കരുത് അതൊക്കെ. അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. മനോഹരമായ ഒരു ഗാനത്തോടുകൂടെ സാറ് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ പ്രിൻസിപ്പളിന്റെ അനുവാദത്തോടുകൂടി നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാമിന് ഔപചാരികമായ നന്ദി പറയാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് HOD IQAC മെമ്പറുമായിട്ടുള്ള ഡോക്ടർ അനീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. Good evening to all. Respected principal, our today's resource person Salim sir, IQAC coordinator, and all my colleagues. You know, the accreditation process that is very much important for all higher education institutions. Today in this afternoon, we are really enriched and with information and motivation by Dr. Salim sir. It will really accelerate the move of Mahatma Gandhi Collegiality towards the NAC re-accreditation. This evening, I would like to extend our sincere thanks to Salim sir for the time and energy you granted for us. Along this, I extend thanks to IQAC coordinator and principal for arranging this type of program, and thanks to all my colleagues. And I conclude, together we can achieve. Thank you all.